ഹലോ ഗൈസ്. ഇന്നത്തെ ഏഹ്, ഇന്നത്തെ നമ്മുടെ ഡേ 3 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ലേറ്റ് ആയി പോയെന്ന് പറയുന്നത് നമ്മള് ബാക്കി എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ജോയിൻ ആവാനുള്ള ടൈം കൊടുത്താണ്. പിന്നെ അതേപോലെ തന്നെ കുറെ നമുക്ക് ലേറ്റ് സബ്മിഷൻസ് വന്നു. 8 o'clock ആണ് നമ്മൾ ഡെഡ് ലൈൻ പറഞ്ഞത്. നമ്മള് അത് വൈകിയോണ്ടാണ് കുറച്ചുകൂടെ ഒന്ന് സെഷൻ നീട്ടി വെച്ച ആൾക്കാർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമും കൂടെ പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പോ ഇന്നെന്തായാലും നമ്മുടെ ഈ ഡേ 3 സെഷൻ കഴിയുമ്പോൾ ഇന്നത്തെ സെഷൻ ഡേ 2 SQL റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കും റിലീസ് ആവും. അപ്പോ ഈ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ഈ മീറ്റിംഗിനകത്ത് കയറിയിരിക്കുന്ന 52 മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇതിനു മുമ്പ് ടാസ്കുകൾ സബ്മിറ്റ് ചെയ്തവരും പുതിയതായിട്ട് ടാസ്ക് സബ്മിറ്റ് ചെയ്യാനുള്ളവരും എല്ലാവരും ടാസ്ക് സബ്മിറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ സെഷനകത്ത് അല്ലെങ്കിൽ ബൂട്ട് ക്യാമ്പിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരൊന്ന് ഇൻഫോം ചെയ്യാം നമ്മുടെ സെഷൻ തുടങ്ങിയെന്ന്. കാരണം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് EDA ആൻഡ് ഫീച്ചർ എഞ്ചിനീയറിംഗ് ആണ്. ഇന്നത്തെ സെഷൻ കയറിയവർക്ക് ജോയിൽ ജസ്റ്റ് ഹെഡ്സപ്പ് തന്നിട്ടുണ്ടാവും. അതായത് EDA എന്ന് പറയുകയാണെങ്കിൽ എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്. അതായത് നമുക്കൊരു ഡാറ്റ സെറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്യുക, നമ്മൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് നമുക്ക് അതിനെ നോക്കാം. ആ ഡാറ്റ സെറ്റിനെ നമുക്ക് ആ ഡാറ്റ സെറ്റിനകത്ത് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വാല്യൂസ് അല്ലെങ്കിൽ കാറ്റഗറിക്കൽ വാല്യൂസ് അതിനൊക്കെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്യാം, സോൾവ് ചെയ്യാം, പിന്നെ ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സെഷനകത്ത് നമ്മൾ കവർ ചെയ്യണേ. അപ്പോൾ ജസ്റ്റ് ഒരു സ്ലൈഡ് പ്രസന്റ് ചെയ്യാം. ഗൈസ്, ഇപ്പോ എന്റെ സ്ക്രീൻ വിസിബിൾ അല്ലേ? എന്റെ ഫയൽ ഇപ്പോ വിസിബിൾ അല്ലേ? ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് EDA എന്ന് നമുക്ക് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒരു ഐഡിയ കിട്ടേണ്ടാവും എന്താണ് EDA. EDA എന്താന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടാക്കാൻ പോകാന്ന് വെച്ചോ. നമുക്കിപ്പോ ഒരു ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ നമുക്ക് ഡാറ്റ സെറ്റ് നമുക്ക് കിട്ടി. നമ്മള് അത് യൂസ് ചെയ്തിട്ട് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്തു. അപ്പോ അതിന്റെ ഔട്ട്കം നമ്മളിപ്പോ ഫസ്റ്റ് ഡേനകത്ത് നമ്മൾ യൂസ് ചെയ്ത പോലെ നമുക്കൊരു ഡാറ്റ സെറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡിക്ഷൻ ആണ് നമുക്ക് യൂസ് ആക്കാന്ന് നമ്മൾ പഠിച്ചു. അതായത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണോ അല്ലെങ്കിൽ റിഗ്രഷൻ ആണോ അതോ ക്ലസ്റ്ററിംഗ് ആണോ, അങ്ങനെ നമ്മൾ പഠിച്ചു. അപ്പൊ ആ പാർട്ടാണ് മെഷീൻ ലേണിംഗിന്റെ പ്രൊഡിക്ഷൻ പാർട്ട്. അതിനു മുമ്പായിട്ട് നമുക്കൊരു ഭയങ്കര ഹെവി ടാസ്ക് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഒരു ഇതാണ് നമ്മൾ എക്സ്പ്ലോറേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്യണം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയിനകത്ത് നമ്മൾ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യും. അതായത് ഡാറ്റ ക്ലീനിങ് ടെക്നിക്സ് യൂസ് ചെയ്യും. അതായത് ഇപ്പോ നമുക്ക് തന്നേക്കണ ഒരു ഫീച്ചർ നമുക്കൊരു കോളം നമ്മൾ എടുത്തു. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഏജ് എന്ന് പറഞ്ഞ കോളം എടുത്തു. ആ ഏജിനകത്ത് നമുക്ക് മിസ്സിംഗ് ആയിട്ട് ഇപ്പോ നമ്മുടെ ഇവിടെയൊക്കെ ആൾക്കാർ സർവേക്ക് വരുമല്ലോ. അപ്പൊ ഈ സർവേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പൊ ചില വീട്ടിനകത്ത് ആൾക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോ ഈ സർവേ എടുക്കാൻ വന്നവര് ഒത്തിരി ദൂരം കഴിഞ്ഞ് ഇങ്ങനെ പല പല വീടുകൾ കയറി കഴിയുമ്പോൾ അവര് ഫസ്റ്റത്തെ വീടിനകത്ത് ആളില്ലാത്ത സമയത്ത് അവര് പിന്നെ അടുത്ത വീട്ടിലേക്ക് പോകും. പിന്നെ ഡാറ്റ ഫില്ല് ചെയ്യാൻ മറന്നു. അപ്പൊ അവിടെ ഒരാളുടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽ മിസ് ആവാണ്. രണ്ടാമത്തെ ഒരു കേസ് ഇപ്പൊ പറയുകയാണെങ്കിൽ സെയിം എക്സാമ്പിൾ എടുത്തിട്ട് അവര് ഇപ്പോ നമ്മൾ ഓരോ വീട് സർവേ അവസാനം കുറച്ച് വീടുകൾ കഴിഞ്ഞപ്പോൾ അവര് ഓൾറെഡി ടയേർഡായി. ജസ്റ്റ് ഇങ്ങനെ ഓരോ ഡാറ്റ കളക്ട് ചെയ്തപ്പോ അവര് ചിലപ്പോ ഇപ്പൊ ആ വീട്ടുകാരോട് ചോദിക്കും നിങ്ങളുടെ ഇവിടെ വീട്ടിനകത്ത് എത്ര പേരുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ചിലപ്പോ 5 എന്ന് പറയും. അപ്പൊ ആ ഡാറ്റ ഫീഡ് ചെയ്യണവർ 5 എഴുതി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അതൊരു 50 പോയിട്ടുണ്ടാവും. അങ്ങനെ ഇൻകറക്റ്റ് ആയിട്ട് അവരുടെ ഒരു മിസ്റ്റേക്ക് മൂലം ഡാറ്റ കയറി വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോ ഫസ്റ്റ് സെറ്റ് ഓഫ് സർവേ എടുത്തു, രണ്ടാമത്തെ സെറ്റ് ഓഫ് സർവേക്ക് ആൾക്കാർ വന്നപ്പോ സെയിം വീടുകളിൽ കയറി തന്നെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഡാറ്റയുടെ മേളിൽ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇൻകൺസിസ്റ്റൻസ് ആയിട്ട് പല പല അവിടെ ഇവിടെയും തെറ്റുകൾ. ഇപ്പൊ നമുക്ക് ഏജ് എൻ്റർ ചെയ്യണോടത്ത് ചിലപ്പോൾ എൻ്റർ ചെയ്തത് ആളുടെ പേരായിരിക്കാം. അല്ലെങ്കിൽ ഔട്ട്ലയർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ഇതെടുത്തു, എന്താ പറയാ, ഒരു ഗ്രൂപ്പ് ഓഫ് കോളനി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഹൗസസ് എടുത്തു. അപ്പൊ നമ്മൾ ആ ഒരു ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ ആ ഏരിയയിലുള്ള എല്ലാവരുടെയും
ഇൻകം വെച്ചായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ആ ഒരു ഹൗസിംഗ് ഏരിയയുടെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 10 വീടുണ്ടാവും ആ ഹൗസിംഗ് ഏരിയയിൽ. അപ്പൊ നമ്മൾ അതിനകത്തൊരു 9 വീട് അല്ലെങ്കിൽ 8 വീട്ടിലെയും ഇൻകം എടുത്തപ്പോൾ അതൊരു അറൌണ്ട് 1 lakh to 5 lakhന്റെ ഇടയിലാണ്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ കയറിയപ്പോ ആ വീട്ടിലെ ഇൻകം പറഞ്ഞത് 5 lakh എന്നാണ്. പക്ഷെ എൻ്റർ ചെയ്ത് വന്നപ്പോ എന്താ 50 lakh എന്നായി. അപ്പോ അങ്ങനെ ഒരു കേസ് വന്ന സമയത്താണ് നമ്മൾ അങ്ങനത്തെ ഒരു വാല്യൂ, അതായത് നമുക്ക് നോർമലി നമ്മൾ ഇപ്പോ ആ ഏരിയയുടെ ഒരു മീൻ എടുക്കാന്ന് വെച്ചോ, 1 to 5 lakh എടുക്കുമ്പോൾ അറൌണ്ട് അതിന്റെ മീൻ എടുക്കുമ്പോൾ ഒരു എത്രയാ 3.5 lakh ആയിരിക്കും ആ ഒരു ഏരിയയുടെ ടോട്ടൽ ഇൻകം എന്ന് നമ്മൾ പറയാം. അപ്പൊ 10th ഒരു ഹൗസ് വന്നപ്പോ ആ 10th ഹൗസിന്റെ 5 lakh ഉള്ള ഇൻകത്തിന്റെ അവിടെ ആൾ എൻ്റർ ചെയ്തത് എത്രയാ 50 lakh. 50 lakh എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ മീൻ എടുക്കുമ്പോൾ എത്രയാ ആ 5 lakh 1 to 5 lakhന്റെ അവിടെ 50 lakh ആഡ് ചെയ്ത് മീൻ എടുക്കുമ്പോൾ എത്രയാ ഒരു 10 lakh അത്ര കൂടിപ്പോവും. അപ്പൊ നമുക്ക് വെക്കണ ഒരു സെറ്റ് ഓഫ് റേഞ്ച് ഓഫ് വാല്യൂസിന് അതിനേക്കാളും കൂടുതൽ വാല്യൂ വരാണെങ്കിൽ നമ്മൾ ആ ഉള്ള റേഞ്ചിൽ നിന്ന് പുറത്തേക്ക് വേണമെങ്കിൽ അതിനെയാണ് നമ്മൾ ഔട്ട്ലയർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള പല ടെക്നിക്സ് നമ്മൾ ഈ സെഷനകത്ത് യൂസ് ചെയ്യും. പിന്നെ അതേപോലെ അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലേ, അതായത് പല പല മിസ്സിംഗ് വാല്യൂസ് നമ്മൾ എടുത്ത ഡാറ്റ സെറ്റിനകത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അതിപ്പോ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് വന്ന പ്രോബ്ലം ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോ ഇന്റൻഷ്യലി നമ്മളിപ്പോ ഒരു വീടിനകത്ത് ഇപ്പോ സർവേ എടുക്കുന്ന കേസ് തന്നെയാണ് ഞാൻ പറയണത്. അപ്പൊ സർവേ എടുക്കുമ്പോൾ ഒരു വീടിനകത്ത് ചെന്നു, അപ്പൊ നമ്മൾ ആ വീടിനകത്ത് ഇത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പോ ഒരു ഒരു ടിപ്പിക്കൽ ഹൗസ് ഹോൾഡ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5 members ഉണ്ട്. അതിനകത്ത് ഒരു ഫാദർ, മദർ, 3 children. 3 childrenനകത്ത് അവരൊരു അണ്ടർ 20 ആണ്, ചിലപ്പോൾ ഒരാൾ ബിടെക് എഞ്ചിനീയറിംഗ്, ബാക്കി രണ്ടുപേര് സ്കൂളിനകത്ത്. അപ്പോ അവര് എല്ലാവരുടെയും ഇൻകം ചോദിക്കുകയാണ്. അപ്പൊ ഫാദറിന് ഒരു ഇൻകം ഉണ്ടാവും, മദറിന് ഒരു ഇൻകം ഉണ്ടാവും, ചിൽഡ്രൻസിന് ഇൻകം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇൻകത്തിന്റെ കോളത്തിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ ഫാദറിന്റെയും മദറിന്റെയും നമ്മൾ ഫില്ല് ചെയ്യും. പക്ഷെ ബാക്കി 3 പേര്, അതായത് ചിൽഡ്രൻസിന് നമ്മൾ ഫില്ല് ചെയ്യില്ല. അത് നമ്മൾ ഇന്റൻഷ്യലി നമ്മൾ വാല്യൂസും എൻ്റർ ചെയ്യാത്തതാണ്. അല്ലെങ്കിൽ ഇപ്പോ അതൊരു കേസാണ് മിസ്സിംഗ് വാല്യൂ തന്നെ. അടുത്തൊരു കേസ് ഓഫ് മിസ്സിംഗ് വാല്യൂ തന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസ് ഉണ്ടല്ലോ, അതായത് ചിലപ്പോ വിട്ടുപോയ വാല്യൂസ് അങ്ങനത്തെ ഉള്ളതിനെ നമ്മൾ അതൊരു അടുത്ത ഒരു ടൈപ്പ് ഓഫ് എങ്ങനെ പറയാ ഒരു ഒരു അങ്ങനെ നമുക്ക് വാല്യൂസ് മിസ്സാവാം. അപ്പൊ ഈ മിസ്സായ വാല്യൂസ് നമ്മൾ പല പല മെത്തേഡുകൾ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യും. അതിനെ നമ്മൾ മീൻ യൂസ് ചെയ്യും, മീഡിയൻ യൂസ് ചെയ്യും, മോഡ് യൂസ് ചെയ്യും, പിന്നെ അങ്ങനെ പല പല മെത്തേഡുകൾ. പിന്നെ അടുത്തതാണ് നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്ലയർ ഡിറ്റക്ഷൻ. നമുക്ക് വന്ന ഒരു സെറ്റ് ഓഫ് റേഞ്ച് ഓഫ് വാല്യൂസിൽ നിന്ന് നമ്മുടെ റേഞ്ചിൽ ഇല്ലാത്ത ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കയറി വന്നാൽ നമ്മുടെ മൊത്തം ആ വാല്യൂ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ മെഷീൻ ലേണിംഗ് മോഡലിനെ ഫീഡ് ചെയ്യാണ്. അപ്പോൾ ഒരു 10 ഹൗസ് ഹോൾഡിന്റെ ആവറേജ് ഇൻകം പുതിയൊരു ഹൗസ് ഹോൾഡ്, അതായത് 11th ഒരു ഹൗസ് അവിടെ വന്നു കഴിഞ്ഞാൽ അവന്റെ ഒരു ആവറേജ് ഇൻകം എത്രയാവും, അല്ലെങ്കിൽ എത്ര ആ വന്ന ആളുടെ പ്രൊഡിക്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ മെഷീനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് 9 വീടുകളുടെയും എത്ര ഇൻകം ഒരു അറൌണ്ട് 1 to 5 lakh, 10th വീടിന്റെ 50 lakh ആവുമ്പോൾ അതൊരു ഔട്ട്ലയർ ആണ്. നമ്മൾ മെഷീൻ ലേണിംഗ് മോഡൽ പഠിച്ചു കഴിഞ്ഞ് പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ അത് വേണമെങ്കിൽ പുതിയതായിട്ട് വന്ന ഒരാളുടെ ഇൻകം 10 lakh അല്ലെങ്കിൽ 12 lakh എന്ന് പ്രൊഡിക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു വിഷയം വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഔട്ട്ലയർ ഡിറ്റക്ഷൻ യൂസ് ചെയ്ത് നമ്മൾ അതിനെ സോൾവ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യാൻ പോണെന്ന് പറയുകയാണെങ്കിൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് ബേസിക്സ്. ഫീച്ചർ എഞ്ചിനീയറിംഗ് ബേസിക്സ് എന്താന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ എടുക്കണം വീണ്ടും. അതായത് ഒരു ഹൗസ് ഹോൾഡിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് ഒരു 5 members ഉണ്ട്. അതിനകത്ത് പാരന്റ് 2 പേര്, ബാക്കി 3 children. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഒരു ഫീച്ചർ ഉണ്ടാക്കാം. അതായത് പുതിയതായിട്ടൊരു കോളം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ഫസ്റ്റത്തെ ഒരു കോളം എന്ന് പറയുകയാണെങ്കിൽ എംപ്ലോയിഡ്, അല്ലെങ്കിൽ എബവ് ഏജ് എത്രയാ 30 അല്ലെങ്കിൽ 40 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോളം ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനകത്ത് 2 പാരന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ബേസ് ചെയ്ത് ഇൻകം, അല്ലെങ്കിൽ പാരന്റ്സ്, അല്ലെങ്കിൽ ഏജ് ബേസ് ചെയ്ത് നമുക്ക് എബവ് 40 എന്നുള്ള കോളത്തിനകത്ത് നമുക്ക് 2 ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പുതിയൊരു ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ അണ്ടർ 80. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് നമുക്ക് ഉള്ള സെറ്റ് ഓഫ് ഡാറ്റ നമുക്ക് പുതിയതായിട്ട് കോളംസ് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ ഉള്ള വാല്യൂവിനെ ട്രാൻസ്ഫോം ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോ നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലിനെ ട്രെയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി 2 സെറ്റ് ഓഫ് കോളംസ് ഉണ്ട്. നമ്മൾ ആ 2 സെറ്റ് ഓഫ് കോളംസ് ഇപ്പൊ മോർ ദാൻ അറൌണ്ട് നമുക്കൊരു 4 സെറ്റ് ഓഫ് വീണ്ടും എക്സ്ട്രാ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കോളംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ടോട്ടലി 6 കോളംസ് ഉണ്ട്. ആ 6 കോളംസും അതേപോലെ തന്നെ ബാക്കിയുള്ളത് റിലേറ്റ് ചെയ്ത് നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലിനെ ഫീഡ് ചെയ്യാണ്. മെഷീൻ ലേണിംഗ് മോഡലിന് ഫീഡ് ചെയ്യുന്ന സമയത്ത്
ഈ ഇപ്പോ 6 കോളംസ് ആണോ അതോ 2 കോളംസ് എന്നാണോ നമുക്ക് ബെറ്റർ, അതായത് ഈ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട്, അതായത് ബാക്കിയുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കോളംസ് ആയിട്ട് നമുക്ക് പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. മോർ ഡാറ്റ കിട്ടുമ്പോൾ മെഷീൻ ലേണിംഗ് മോഡലിൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്ത് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഡാറ്റ സെറ്റിനകത്ത് കുറച്ചുകൂടെ എക്സ്ട്രാ വാല്യൂസ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാ കോളംസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലിനെ ട്രെയിൻ ചെയ്യും. അതൊക്കെയാണ് ഈ സെഷനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു ഔട്ട്കം പോലെ പറയണേ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോ സെഷന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോ. നിങ്ങളിപ്പോ അവസാനത്തേക്ക് നിൽക്കണ്ട, അതായിരിക്കും നമുക്കപ്പോ സെഷന്റെ കൂടെ പോകേണ്ടതായിരിക്കുമല്ലോ നല്ലത്. നമുക്കെന്നാ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ യൂസ് ചെയ്തേക്കണ ഡാറ്റ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇത് ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഡേനകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ ആപ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്തതാണ്. ഇന്നത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് ഡാറ്റ സെറ്റ് ആണ്. അപ്പൊ നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ ജസ്റ്റ് അതിന്റെ ഭാഗത്ത് കോപ്പി ചെയ്യുക. ഇവിടെ യൂസ് ചെയ്യണ മെയിൻ ആയിട്ട് ഞാൻ അന്ന് പറഞ്ഞല്ലേ, ഫസ്റ്റ് സെഷനകത്ത് പറഞ്ഞ പോലെ നമ്മള് ഡേറ്റ സയൻസിനകത്ത് ഈ EDA അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്റീവ് ഡാറ്റ അനലൈസ് ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്നൊരു സ്റ്റെപ്പിനകത്ത് മെയിൻലി നമ്മൾ 3 അല്ലെങ്കിൽ 4 ലൈബ്രറീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ പാണ്ടാസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലോഡ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ ഡാറ്റ ഫ്രെയിം എന്ന് പറയുന്നത്, ആ ലോഡ് ചെയ്യണതിന് ആ ഡാറ്റ ഫ്രെയിമിനകത്ത് നമ്മൾ പല പല ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പാണ്ടാസ്. പിന്നെ നംപൈ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും ഫോർമുലാസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റത്തെ പാണ്ടാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ ഇമ്പോർട്ട് നംപൈ ഇമ്പോർട്ട് ചെയ്തു. അടുത്തത് മാറ്റ്പ്ലോട്ലിബ് ആണ്. മാറ്റ്പ്ലോട്ലിബ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് ഗ്രാഫ്സ്, അതായത് നമ്മൾ ഈ മാത്സിനകത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരു 8ാം ക്ലാസ് അങ്ങനത്തെ റേഞ്ചിനകത്തൊക്കെ നമ്മൾ ചുമ്മാ ബാർ ഗ്രാഫ് അല്ലെങ്കിൽ പൈ ഗ്രാഫ്, അങ്ങനെ ഹിസ്റ്റോഗ്രാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചില്ല. അങ്ങനത്തെ ഒക്കെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാറ്റ്പ്ലോട്ലിബ് യൂസ് ചെയ്യണത്. നമുക്കിപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട്, അല്ലെങ്കിൽ അഡ്വാൻസ് എന്നല്ല, നമുക്ക് കുറച്ചുകൂടെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അടിപൊളിയായിട്ട് ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സീബോൺ യൂസ് ചെയ്യും. അപ്പോൾ ഈ മാറ്റ്പ്ലോട്ലിബിന്റെയും സീബോണിന്റെയും മെയിൻ യൂസസ് അല്ലെങ്കിൽ യൂസ് കേസസുകൾ നമ്മൾ ആ ഗ്രാഫ്സ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്കൊരു ഡാറ്റേനെ കുറച്ചുകൂടെ നമ്മൾ ഇപ്പോ ഈ EDA അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇപ്പൊ പാണ്ടാസ് ഒക്കെ യൂസ് ചെയ്ത് ഡാറ്റ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടാൻ പോകുന്നത് ന്യൂമറിക്കൽ വാല്യൂസ് അങ്ങനെ കുറച്ചൊക്കെയാണ്. അപ്പൊ നമ്മൾ ആ സ്ഥലത്ത് ഗ്രാഫ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഡാറ്റേനെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു പാർട്ടിനെ നമ്മൾ ഡാറ്റ സയൻസിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന സ്റ്റോറി ടെല്ലിംഗ് എന്നാണ്. നമുക്ക് കിട്ടിയ ഒരു ഡാറ്റ സെറ്റ് കൊണ്ട് നമുക്കൊരു സ്റ്റോറി പറയാൻ പറ്റണം. അതിനാണ് നമ്മൾ ഇങ്ങനത്തെ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നത്. ഈ ലൈബ്രറീസിന്റെ മെയിൻ യൂസ് കേസ് എല്ലാം നാളത്തെ സെഷൻ ആയിരിക്കും. അപ്പോ നിങ്ങൾ ഇന്ന് സെഷൻ അറ്റൻഡ് ചെയ്തവര് ഡു ട്രൈ ടു അറ്റൻഡ് നാളത്തെ സെഷൻ. കാരണം ഇപ്പോ ഈ സെഷന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി ബാക്കിയുള്ള സെഷനുകളെല്ലാം പോണേ. അപ്പൊ ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം തന്നെ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ലൈബ്രറീസ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡാറ്റേനെ ലോഡ് ചെയ്യാണ്. അപ്പോൾ TD ഡോട്ട് നമ്മുടെ റീഡ് CSV എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫയലിന്റെ പാത്ത് അടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ഡാറ്റ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ EDAന്റെ അടിയിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് കിട്ടിയ നമ്മൾ ലോഡ് ചെയ്ത ഡാറ്റയുടെ ഒരു ആദ്യത്തെ 5 വാല്യൂസ് നമ്മൾ ഹെഡ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡാറ്റ. ഇന്നത്തെ ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹോട്ടൽ ബുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ. അതായത് ഫസ്റ്റത്തെ റോ നോക്കാണ്. അപ്പൊ ഇത് എന്ത് ടൈപ്പ് റിസോർട്ട് ഹോട്ടലാണ്. ആ ബുക്ക് ചെയ്ത കസ്റ്റമർ ക്യാൻസൽ ചെയ്തോ? ഇല്ല. അപ്പൊ അത് 0. ഫസ്റ്റത്തെ അത് കഴിഞ്ഞിട്ട് ലീഡ് ടൈം വരാൻ എടുത്ത സമയം. പിന്നെ അതേപോലെ പല പല കോളംസ് ആണ്. ഏത് ഇയറിനകത്താണ് അറൈവ് ചെയ്തത്, ഏത് മന്തിനകത്താണ് അറൈവ് ചെയ്തത്, ഏത് വീക്ക് നമ്പർ, ഏത് ഡേറ്റ്, അങ്ങനെ പിന്നെ വീക്കെൻഡിനകത്താണോ സ്റ്റേ ചെയ്തത്, സ്റ്റേ ഇൻ വീക്ക് നൈറ്റ്സ്, അങ്ങനെ അഡൽട്ട്, ചിൽഡ്രൻ, ബേബീസ്, മീൽ, പിന്നെ ഏത് കൺട്രിയാണ്, പിന്നെ മാർക്കറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ നമ്മൾ ആ ഗസ്റ്റ് റിപ്പീറ്റഡ് ഗസ്റ്റ് ആണോ നോക്കും. വന്ന ഗസ്റ്റ് ഇതിനു മുമ്പ് പല പ്രീവിയസ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോ ഈ ബുക്ക് ചെയ്തേക്കണ കസ്റ്റമർ വേണമെങ്കിൽ നമുക്ക് ഇനിയും ക്യാൻസൽ ചെയ്യും.
അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തെ കൂടെ പറയാം. അപ്പൊ പ്രീവിയസ് ബുക്കിംഗ് നോട്ട് ക്യാൻസൽഡ് എന്നുള്ള ഇത് നമുക്ക് ഈ കോളം നമുക്ക് ടാർഗറ്റ് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ കോളല്ല, നമുക്ക് വേറെ കോളം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം ഈ കസ്റ്റമർ ബുക്ക് ചെയ്താൽ ക്യാൻസൽ ചെയ്യാണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തായാലും വരും. പിന്നെ റിസർവ്ഡ് റൂം ടൈപ്പ് ഏതാണ്, പിന്നെ അങ്ങനെ ഡെപ്പോസിറ്റ് ടൈപ്പ്, ഏജന്റ് വഴി. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉള്ള ഒരു, നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഒരു കമ്മീഷൻ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയില്ലോ, അതിനാണ് ADR എന്ന് പറയണേ. അതായത് ആവറേജ് ഡെയിലി റേറ്റ് എന്നോ. അതായത് ഇപ്പോ ഒരു കസ്റ്റമർ നമ്മുടെ ഹോട്ടലിനകത്ത് വന്ന് റൂം ബുക്ക് ചെയ്തു. ആ ബുക്ക് ചെയ്ത റൂമിനകത്ത് എത്ര പ്രോഫിറ്റ്, എത്ര റേറ്റ് നമുക്ക് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലിന് ലാഭം കിട്ടും, അതാണ് ADR. പിന്നെ റിക്വയർഡ്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇതാണ്. നമുക്ക് ഈ ഡാറ്റ സെറ്റ് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ സെഷനകത്ത് പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡാറ്റ സെറ്റ് ലോഡ് ചെയ്തു. അതിന്റെ ആദ്യത്തെ ഒരു 5 വാല്യൂസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാറ്റ സെറ്റിന്റെ എന്തോരം വാല്യൂസ് ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടി നമ്മൾ ഡാറ്റ ഷേപ്പ് എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എത്രയാ, 1 lakh റോസ് ഉണ്ട്, 1 lakh കസ്റ്റമറിന്റെ ഡാറ്റ ഉണ്ട്. അതേപോലെ തന്നെ 36 ഫീച്ചേഴ്സ് ഉണ്ട്, 36 കോളംസ്. ഇതാണ്, ഇത്രയും ഉള്ളതാണ് നമ്മുടെ ഡാറ്റ. ഇനി അടുത്തത് നമ്മൾ എടുക്കണ നമ്മുടെ ഡേറ്റയിനകത്ത് ഉള്ള കോളംസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഇൻഫോ പോലെ. അപ്പോ നമുക്ക് എത്ര നേരത്തെ പറഞ്ഞ 36 കോളംസ് ഉണ്ട്. ആ 36 കോളംസിനകത്ത് ഓരോന്നിലും എത്ര നോൺ നൾ, അതായത് എംപ്റ്റി ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അപ്പോ ഓരോന്നിന്റെ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യല്ല, നമ്മൾ ഈ വാല്യൂസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കമ്പനി എന്ന് പറഞ്ഞ കോളത്തിനകത്ത് ഭയങ്കരമായിട്ട് നൾ വാല്യൂസ് ഉണ്ട്. അപ്പോ 6797 ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു 1 lakhന്റെ അടുത്തുള്ളപ്പോ അതിനകത്ത് ഭയങ്കരമായിട്ട് നൾ വാല്യൂസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഇതിനകത്ത് ഓരോന്ന് ഹോട്ടൽ ഏത് അതൊരു ഒബ്ജക്റ്റ് ആണ്, പിന്നെ ബാക്കി ഇൻഡ് ആണ്. അപ്പോ പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ കണ്ടോ, അതായത് അറൈവൽ ഡേറ്റ് ഇയർ, അറൈവൽ ഡേറ്റ് മന്ത്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ അതൊരു ഇൻഡ് ആയിട്ടാ അത് കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ശരിക്കും ഒരു ഡാറ്റ ടൈപ്പ്, നമ്മൾ അറൈവൽ ഡേറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ മോഡലിന് ഫീഡ് ചെയ്യുമ്പോൾ അത് നോക്കണ എന്താ, ജസ്റ്റ് 2015 എന്ന് പറയുകയാണെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഇൻറ്റ് നമ്പർ അങ്ങനെയായിട്ടാണ് മോഡൽ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ആ കിട്ടിയ വാല്യൂവിനെ അതിന്റെ ട്രൂ മീനിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കിട്ടിയ അറൈവൽ ഡേറ്റ് ഇയർ എന്ന് പറഞ്ഞ ഒരു ഇൻറ്റ് കോളം അല്ലെങ്കിൽ ഇൻറ്റ് കോളത്തിനെ നമ്മൾ ഡേറ്റ് ടൈം ഡാറ്റ ടൈപ്പ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. അത് ലേറ്റർ ഓൺ വരും. അപ്പൊ നമ്മൾ ഇപ്പോ ഈ ഇൻഫോ എടുത്തപ്പോ നമുക്ക് അത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അതായത് കമ്പനി എന്ന് പറഞ്ഞ ഇതിനകത്ത് ഈ കോളത്തിനകത്ത് കുറെ നൾ വാല്യൂസ് ഉണ്ട്. പ്രോപ്പറായിട്ട് അതിന്റെ ഡാറ്റ ടൈപ്പ് അല്ല, അതായത് ഇത് ഈ ഇയർ മന്ത് എന്നൊക്കെ പറഞ്ഞത് ജസ്റ്റ് ഇവിടെ ഒരു ഇൻഡ് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന രീതിയിലാണ് കിടക്കണത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ അടുത്ത് ജസ്റ്റ് യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ റിസർവേഷൻ. ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? വേറെ ഡൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പോ ജസ്റ്റ് ഇത് അതാണെന്നൊക്കെ സ്പീഡിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അതായത് ഇത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ വന്നു എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് പ്രോപ്പർലി കൺവേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് ഡാറ്റ ടൈപ്പ് കൺവേർഷൻ. ഈ നമ്മളൊരു കോളം എടുക്കുകയാണ്, അതായത് ഓക്കെ റിസർവ്ഡ് സ്റ്റാറ്റസ് ഇവിടെ കണ്ടോ, ഈ കോളം കണ്ടോ, അതായത് റിസർവ്ഡ് സ്റ്റാറ്റസ് ഡേറ്റ്. ശരിക്കും ഈ കോളം നമുക്ക് നോക്കുമ്പോൾ എന്ത് മനസ്സിലാവും, അതായത് ഫസ്റ്റത്തെ കസ്റ്റമർ 2015 വർഷം 7-ാം മാസം 1-ാം തീയതി ഒരു ഹോട്ടലിനകത്ത് റൂം ബുക്ക് ചെയ്തു. പക്ഷെ നമ്മളിവിടെ ഇപ്പോ ഡാറ്റ സെറ്റിന്റെ ഇൻഫോർമേഷൻ നമ്മൾ എടുത്തപ്പോ അവിടെ എവിടെയാ റിസർവേഷൻ സ്റ്റാറ്റസ് ഡേറ്റ് എന്നുള്ളത് കിടക്കുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കിടക്കണേ. അതായത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സ്ട്രിംഗ് കണ്ടന്റ് പോലെ ഒരു കാറ്റഗറിക്കൽ കോളം പോലെയാണ് അവിടെ കിടക്കണേ.
ഇപ്പോ ശരിക്കും ആ ഡാറ്റ സെറ്റ് അവിടെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഡാറ്റ സെറ്റിനകത്ത് ആ റിസർവേഷൻ സ്റ്റാറ്റസ് ഡേറ്റ് എന്ന് പറഞ്ഞ കോളത്തിനകത്ത് ഒരു മീനിങ് വാല്യൂസും ഇല്ല നമ്മൾ മോഡലിലേക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ശരിക്കും ആ കോളത്തിന്റെ ട്രൂ മീനിങ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ഇതിനെ ഡാറ്റ ടൈം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡാറ്റ ടൈം ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഏതാണ് ഡാറ്റ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും, നമുക്ക് ഏതിനകത്ത് സേവ് ചെയ്യണം. അപ്പോൾ റിസർവേഷൻ സ്റ്റാറ്റസ് ഡേറ്റ് എടുക്കും, ഈക്വൽ ടു നമ്മൾ പാണ്ടാസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ ഫ്രെയിം, അതായത് നമ്മളിപ്പോൾ ലോഡ് ചെയ്ത ഡാറ്റേനകത്തൊക്കെ ചേഞ്ചസ് വരുത്തണേ. അപ്പൊ പി ഡി ഡോട്ട് നമുക്ക് ഇനി ടൈപ്പ് കൺവേർഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഏതിനകത്തേക്ക് മാറ്റണം കണ്ട. ഇപ്പൊ നമുക്കൊരു കാറ്റഗറിക്കൽ അല്ലെങ്കിൽ ഒരു വേർഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു സാലറി എടുക്കുന്ന സമയത്ത് 10,000 20,000 ഒക്കെ കിടക്കുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ നമുക്ക് ഡോട്ട് ടു ന്യൂമറിക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ നേരെ ഇൻറ്റീജർ ആക്കി മാറ്റാം. ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ടു ഡേറ്റ് ടൈം യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ യൂസ് ചെയ്ത കോളത്തിനെ ഇവിടെ റെഫർ ചെയ്യും. ഓക്കെ, ഇപ്പോ എന്താ നടന്നത്, നമ്മൾ ആ എടുത്ത കോളത്തിനെ ഡേറ്റ് ടൈം ആയിട്ട് മാറ്റിക്കളഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ഡാറ്റ ഡോട്ട് ഇൻഫോ ടൈപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് കാണാം ഈ റിസർവേഷൻ സ്റ്റാറ്റസ് ടൈം എന്നുള്ളത് നേരത്തെ എന്തായിരുന്നു, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കിടന്നത്. ഇപ്പൊ അതിന്റെ ട്രൂ മീനിങ് ആയിട്ട് ഡേറ്റ് ടൈം ആയിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞു. അത് ഒരു ആപ്ലിക്കേഷൻ പോലെ. ഇനി നെക്സ്റ്റ് ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഇനി നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പോ ഈ റിസർവേഷൻ ടൈമിൽ നിന്ന് നമുക്ക് ഈ വീണ്ടും പാണ്ടാസ് ഫങ്ഷൻസ് യൂസ് ചെയ്ത് ഈ ഓരോ, അതായത് റിസർവ് ചെയ്ത ഇയർ ഏതാന്ന് വീണ്ടും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, ഡേറ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, വീക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, ഏത് വർഷത്തില്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് സെഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നമ്മൾ മിസ്സിംഗ് വാല്യൂസിനകത്തേക്ക് എൻ്റർ ചെയ്തു. മിസ്സിംഗ് വാല്യൂസ് എന്താണെന്ന് നേരത്തെ പറഞ്ഞ ക്ലീനിങ് ടെക്നിക്സ് ആട്ടോ ഇനി പറയാൻ പോണത്. അപ്പൊ മിസ്സിംഗ് വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ പല 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 ടൈപ്പ് കൊണ്ട് നമുക്ക് മിസ്സിംഗ് വാല്യൂസ് വരാം. ഒന്നെങ്കിൽ അത് ഇന്റൻഷ്യലി മിസ്സാക്കിയതായിരിക്കും, നേരത്തെ ഇപ്പോ ഏർണിങ്സ് ഉണ്ടോന്ന് നേരത്തെ ചോദിച്ച രീതിക്ക്. അല്ലെങ്കിൽ അല്ലാണ്ട് ഇപ്പോ ശ്രദ്ധ ഇല്ലാത്ത കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റർ ചെയ്ത സമയത്തുള്ള കെയർലെസ്നെസ്, അങ്ങനെയുള്ള കാരണം കൊണ്ട് ഡാറ്റ മിസ്സായതായിരിക്കാം. ഇങ്ങനെയുള്ള കേസുകളിനകത്ത് എങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു ഡാറ്റ സെറ്റിനകത്ത് മിസ്സിംഗ് വാല്യൂ വന്നാലും നമ്മളത് മോഡലിന് ഫീഡ് ചെയ്യുന്ന സമയത്ത് മിസ്സിംഗ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ മോഡലിനകത്ത് എറർ അടിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വാല്യൂസ് ആയിട്ട് ഇപ്പോ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ സർവേ എടുത്തു എന്ന് വെച്ചോ. അപ്പൊ ആ സർവേ എടുത്തു കഴിഞ്ഞിട്ട് കുറെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ സർവേ എൻട്രി ചെയ്യാൻ ഡാറ്റ എൻട്രിക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഇവിടെ മിസ്സിംഗ് വാല്യൂസ് കാണുമ്പോൾ ചിലപ്പോൾ എൻട്രി ചെയ്യുന്ന ആൾക്കാർ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വാല്യൂ അടിച്ചു വിടും. അപ്പൊ അങ്ങനെ വാല്യൂ കയറ്റി വിട്ട് കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആ വാല്യൂസ് ആ ഒരു കോളം അല്ലെങ്കിൽ ആ റേഞ്ച് ഓഫ് വാല്യൂസിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പോ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് അല്ലാണ്ട് കിടക്കാന്ന് വെച്ചോ. അപ്പൊ നമ്മുടെ മോഡൽ അതൊരു നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ഡാറ്റ വെച്ച് നമ്മൾ മോഡലിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഈ കുറെ ഡാറ്റ മിസ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഡാറ്റയുടെ ഒരു മിസ്സിങ് കാരണം നമ്മുടെ മോഡലിൽ ചിലപ്പോൾ നോയ്സ് കൂടുതൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അതിലെ പാറ്റേൺ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നതും നോയ്സ് ആയിരിക്കും. അപ്പോ നമുക്കിപ്പോ ഒത്തിരി ഡാറ്റ മിസ്സിങ് ഉണ്ടെന്ന് വെച്ചോ. അപ്പം മിസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു കോളം ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ നമ്മുടെ ഹാൻഡ് റൈസ് ചെയ്താരെങ്കിലും നോയ്സ് മീൻസ് പറഞ്ഞ അതാണ്, അതായത് നമ്മൾ ജസ്റ്റ് നോയ്സ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയണേ, നോയ്സ് നമ്മൾ കോമൺ ആയിട്ട് പറയാൻ എന്താ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ആക്കണം. നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ മോഡലിന് ഒരു റിക്വയർഡ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിക്ക് ഡാറ്റ തന്നെ അല്ലെങ്കിൽ ഡാറ്റ പ്രസന്റ് ചെയ്തതിന് നമുക്ക് തന്നേക്കുന്ന ഡാറ്റ സെറ്റിനകത്ത് ആവശ്യമില്ലാത്ത ഡാറ്റ സെറ്റ് ഉള്ളതിനാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ആ ഒരു ഡാറ്റ കൊണ്ട് നമുക്ക് മീനിങ് ആയിട്ട് ഒരു ഔട്ട്കം വരാനില്ല. അപ്പോ ആ മീനിങ് ആയിട്ട് വരാത്ത ഔട്ട്കം മോഡൽ വീണ്ടും ലേൺ ചെയ്യുകയാണെങ്കിൽ മോഡൽ പ്രഡിക്റ്റ് ചെയ്യുന്നതും ഒരു മീനിങ് അല്ലാത്ത കാര്യങ്ങളായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇതിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഡാറ്റ സെറ്റിനകത്ത് നൾ വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ നമ്മൾ ഡാറ്റ എടുത്തു, നമ്മൾ അതിന് ഈസ് നൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. എന്നിട്ട് അതിന്റെ ടോട്ടൽ സമ്മ് നമ്മൾ ഈസ് നൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കാണിച്ചു തരാം. ഈസ് നൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോ ഹോട്ടൽ എന്ന് പറയുന്ന കോളം വരും. ആ കോളത്തിന്റെ ഓരോ റോ ബൈ റോവിനകത്ത് ഇപ്പൊ ഫസ്റ്റത്തെ വാല്യൂ നള്ളാണോ നോക്കും, അല്ല, അപ്പൊ ഫോൾസ് 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 ഇങ്ങനെ വരും. അപ്പൊ ഈ വന്നതിന്റെ ടോട്ടൽ സമ്മ് കാണാണ് നമ്മൾ എടുക്കുമ്പോൾ ആ ഓരോ കോളത്തിന്റെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇപ്പൊ ഹോട്ടലിനകത്ത് 0 ആണ്, ഇതിനകത്തൊന്നും നൾ വാല്യൂസ് ഇല്ല. കൺട്രി എന്ന് പറഞ്ഞൊരു കോളം വന്നപ്പോൾ അതിനകത്ത് അറൌണ്ട് 488 നൾ വാല്യൂസ് ഉണ്ട്. പിന്നെ ഏജന്റ് വന്നപ്പോൾ എത്ര 16,000 നൾ വാല്യൂസ് ഉണ്ട്. കമ്പനി വന്നപ്പോൾ 1,12,000 നൾ വാല്യൂസ് ഉണ്ട്. അപ്പോ ഇപ്പൊ ഒരു ഡാറ്റ സയന്റിസ്റ്റ് എന്നുള്ള നിങ്ങളിപ്പോ ഒരു എന്താ പറയാ ഫസ്റ്റത്തെ ഡേനകത്ത് ഒരു ഡേറ്റ നിങ്ങൾക്ക് മനസ്സിലായി, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വന്നതെന്ന് മനസ്സിലായി. സെക്കൻഡ് ഡേയിൽ നിങ്ങളൊരു SQL എക്സ്പേർട്ടായി. തേർഡ് ഡേനകത്ത് വന്നപ്പോൾ നമ്മൾ ഇനിയൊരു എങ്ങനെ ഡാറ്റ സയന്റിസ്റ്റ് ചിന്തിച്ച് അല്ലെങ്കിൽ വർക്ക് ചെയ്ത് തുടങ്ങും എന്നുള്ള രീതിക്കായി. അപ്പോ നിങ്ങളോട് ഞാൻ ഡൗട്ടല്ല ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. അതായത് ഇപ്പോ നമ്മൾ നമ്മുടെ ഡാറ്റയിനകത്ത് കൺട്രിനകത്ത് 1,00,000 വാല്യൂസ് ഉണ്ട് ടോട്ടലി. അതിനകത്ത് 488 മാത്രമേ നള്ളുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ ഡേറ്റേനെ നമുക്ക് എന്താ ഡ്രോപ്പ് ചെയ്യണോ, അതായത് മൊത്തത്തിൽ ആ കോളം ഡിലീറ്റ് ചെയ്യണോ, അതോ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് വെച്ച് ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്? അപ്പൊ ഏതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് ആ കോളം മൊത്തത്തിൽ കളയണോ, അതോ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ വെച്ച് ഫില്ല് ചെയ്യണോ? ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ, പ്രോബ്ലം. എന്തെങ്കിലും ഓപ്ഷൻ ബി എന്തെങ്കിലും അതന്നെ റിലേറ്റഡ് വാല്യൂസ്, യെസ് കറക്റ്റ്. അപ്പോ നമ്മള് ഇപ്പോ കൺട്രി എന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, ആ ഓക്കെ, നമുക്ക് റിലേറ്റഡ് വാല്യൂസ്, അതായത് ഇപ്പോ ഒരു ഹോട്ടലിനകത്ത് ഒരാൾ റൂം ബുക്ക് ചെയ്ത സമയത്ത് ഇപ്പോ അയാളുടെ കൺട്രി വെച്ച് ഇപ്പോ നമുക്ക് കൺട്രി പറഞ്ഞാൽ പിന്നെ വീണ്ടും വിഷയമാവും. അപ്പോ നമുക്ക് വേണ്ടി ചില കൺട്രീസ് നോക്കുമ്പോൾ അന്ന് പറയാം, ഈ കൺട്രീസിൽ ഇതിനു മുമ്പ് വന്നവരൊക്കെ കുറെ പേര് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഈ വന്ന ആളും ക്യാൻസൽ ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അയാൾ തന്നെ ചെയ്യാന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു കോളം എന്ന് പറയുകയാണെങ്കിൽ ഏജന്റ് ആണ്. അപ്പൊ 1,00,000 വാല്യൂസിൽ നിന്ന് 16,000 വാല്യൂസ് വരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏകദേശം റിലേറ്റഡ് വാല്യൂസ് വെച്ച് തന്നെ ഫില്ല് ചെയ്യാം. പക്ഷെ ഇവിടെ കമ്പനിയുടെ കേസ് വരുമ്പോൾ നമുക്ക് 1,00,000 വാല്യൂസ് തന്നെ ഏകദേശം അടുത്ത് മിസ്സിംഗ് ഉണ്ട്. അപ്പൊ നമുക്കത് റിലേറ്റഡ് വാല്യൂസ് വെച്ച് ഫില്ല് ചെയ്യുന്നതായിരിക്കോ, അതോ ആ കോളം കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കോ ഏറ്റവും പോസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് വേണമെങ്കിൽ ഇപ്പോ 1,00,000 വാല്യൂസ് മിസ്സിംഗ് ഉണ്ട്, പക്ഷെ ഒരു 1,30,000 ആ യെസ് കറക്റ്റ്. അപ്പോ 1,30,000 വാല്യൂസ് ഉണ്ട്, അതിനകത്ത് 1,00,000 മിസ്സിംഗ് ആണെങ്കിൽ നമുക്കിപ്പോ 30,000 വാല്യൂസ് വെച്ച് നമുക്ക് ബാക്കിയുള്ള കോളംസ് റോസ് ഫില്ല് ചെയ്യാം. അപ്പൊ ആ ബാക്കിയുള്ള റോസ് വെച്ച് ഫില്ല് ചെയ്തത് നമുക്കൊരു മീനിങ് ഫുൾ ഡാറ്റ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു അതൊരു അൺമീനിങ് ഫുൾ ഡാറ്റ, മീനിങ് ഇല്ലാത്ത ഡാറ്റ. അങ്ങനെ ഒരു ഡാറ്റയെ നമുക്ക് ഇവിടെ നോയ്സ് എന്ന് പറയാം. സാറ് നേരത്തെ ചോദിച്ച ഒരു ചോദ്യം, നമുക്ക് ഇവിടെ ഇപ്പോ ആ 30,000 വാല്യൂ വെച്ച് നമുക്ക് ബാക്കിയുള്ള ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യാം. ആ പോപ്പുലേറ്റ് ചെയ്ത് തന്നെ ഡാറ്റ നമുക്ക് ചിലത് യൂസ്ഫുൾ ആയിരിക്കാം, ബാക്കി ചിലത് അട്ടർലി നോൺസെൻസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് നമ്മൾ ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞ കോളത്തെ നമുക്ക് കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ബാക്കി നോക്കുന്ന സമയത്ത് ബാക്കി ഒന്നിലും തന്നെ നൾ വാല്യൂസ് ഇല്ല. പക്ഷെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഇപ്പോ ഞാൻ ടാസ്ക് 1-നകത്ത് കാഗിളിനകത്ത് വെച്ചു. കാഗിളിൽ നിന്ന് നമ്മൾ ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏകദേശം എല്ലാം തന്നെ പക്കയായിട്ട് ക്ലിയർ ചെയ്തായിട്ട് വെക്കുന്നത്. അതായത് ഇപ്പൊ നൾ വാല്യൂസ് തന്നെ തീരെ കുറവായിരിക്കും, പിന്നെ ഒരേ റേഞ്ച് ഓഫ് വാല്യൂസ് ആയിരിക്കും, ഔട്ട്ലയേഴ്സ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഡാറ്റ സെറ്റ് ആണ് നമ്മൾ കാഗിളിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ നമ്മളിപ്പോ നിങ്ങളൊരു ഡാറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് എന്നൊരു റോളിലേക്ക് ഇപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ജോബ് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡാറ്റ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല. ഒറ്റ നൾ വാല്യൂസ് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാം ഒരു പക്ക റേഞ്ച് ഓഫ് വാല്യൂസിനകത്തൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഭയങ്കര മെസ്റ്റപ്പ് ഡാറ്റ ആയിരിക്കും. ആ കിട്ടിയ ഡാറ്റയാണ് ഇപ്പൊ ഈ പഠിപ്പിച്ച ടെക്നിക്സ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ടെക്നിക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയക്ക് വേണ്ടിയുള്ള ടെക്നിക്കാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങള് ഇപ്പൊ കാഗിളിന്ന് ഒത്തിരി ഒത്തിരി ഇങ്ങനെ അൺവാണ്ടഡ്, അതായത് നൾ വാല്യൂസ് ഉള്ള ഡാറ്റ സെറ്റ് കിട്ടില്ല എന്നല്ല പറയണേ.
മിക്കതും ഇങ്ങനെയായിരിക്കും. ഇപ്പൊ കണ്ടോ, ഇവിടെ ഉള്ളതിനൊന്നും നൾ വാല്യൂസ് ഇല്ല. ഇനി കുറെ ഇതിനൊക്കെ നൾ വാല്യൂസ് കയറി വരുന്നതാണ്. പക്ഷെ അവരതൊക്കെ ഓൾറെഡി അവിടുന്ന് ഫില്ല് ചെയ്ത് നമുക്ക് തന്നെ ഒരു ഡാറ്റ സെറ്റാണ്. റിയൽ ലൈഫിനകത്ത് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല. ഇനി നമ്മള് ഏതാ മിസ്സിംഗ് വാല്യൂസിന്റെ ജസ്റ്റ് നമ്മൾ ഒരു വാല്യൂ കണ്ടു. അതായത് എത്രയായിരിക്കും നമുക്കിപ്പോ ടോട്ടല് എത്ര പെർസെൻറ്റേജ് ഓഫ് ഇത് നമുക്ക് മിസ്സിംഗ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് പിന്നെ അപ്പോൾ മിസ്സിംഗ് എന്ന് പറഞ്ഞതിനകത്ത് നമ്മളെടുത്ത ഡാറ്റ സെറ്റ് നേരത്തെ യൂസ് ചെയ്ത ഫംഗ്ഷൻ തന്നെ ഈ സ്നള്ള് യൂസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ടോട്ടലി ഉള്ളതിന്റെ മീൻ നമ്മൾ യൂസ് ആക്കാണ്. നമ്മൾ മീൻ എടുക്കുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ആവറേജ് വരും. നമ്മൾ അതിനെ ഒരു പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യും. ഇനി നമ്മൾ ഈ മിസ്സിംഗ് വന്നതില് മിസ്സിംഗ് ഗ്രേറ്റർ ദാൻ 0, അതായത് പെർസെൻറ്റേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് ചിൽഡ്രൻ എന്ന് പറഞ്ഞതിനകത്ത് ഭയങ്കര കുറവാണ്. 0.003% വാല്യൂ. അത് ഭയങ്കര മൈന്യൂട്ട് മിസ്സിംഗ് ആലോ. നമുക്കതപ്പോ സുഖമായിട്ട് ഫില്ല് ചെയ്യാം. കൺട്രി വന്ന സമയത്ത് 0.4, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ബാക്കിയുള്ളത് വെച്ച് നമുക്ക് എന്തായാലും ഫില്ല് ചെയ്യാൻ പറ്റും. ഏജന്റ് വരുമ്പോൾ ഒരു 13 പോയിന്റ് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും, കുറച്ച് നോയ്സ് വരും, എന്നാലും നമുക്ക് ഫില്ല് ചെയ്യാം. കമ്പനി 94%ഉം കംപ്ലീറ്റ്ലി ഡാറ്റ ഇല്ല. അപ്പോൾ അതെന്തായാലും നമുക്ക് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ള ഡിസിഷനിലേക്ക് നമ്മൾ വരും. ഇനി അടുത്തത് നമുക്കിപ്പോ ഈ നൾ വാല്യൂസ് ഉള്ളതിനെ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം. നിങ്ങളെല്ലാരും ജസ്റ്റ് ബാർ പ്ലോട്ടുകൾ ഇങ്ങനെയുള്ള ജസ്റ്റ് ഇങ്ങനെയുള്ള പ്ലോട്ടുകളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പോ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിങ്ങനത്തെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നൊരു ഡാറ്റേനെ നമ്മൾ ഓരോ ഡാറ്റയ്ക്കും ഓരോ ഡിസ്ട്രിബ്യൂഷൻസ് പറയുന്നുണ്ട്. ഇപ്പോ ഈ ഡാറ്റയുടെ വേറൊരു നല്ല എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, നമ്മളിപ്പോ ഈ ഫസ്റ്റത്തെ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയും. അതായത് നമുക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡാറ്റ സെറ്റ് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു മല പോലെ ആയിരിക്കും ഇരിക്കുന്നത്. സിംപിളി പറയുകയാണെങ്കിൽ ഈ മല പോലെ ഇരിക്കുന്നതിന്റെ ഒരു കാരണം എന്താന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഞാൻ സർവേയുടെ കേസിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു ആൾക്കാരുടെ ഒരു 10 അല്ലെങ്കിൽ 100 ഹൗസ് ഹോൾഡിന്റെ ഒരു മീൻ എടുക്കുക, അതായത് സാലറി എടുക്കുകയാണ്. ആ വീട്ടിലുള്ള ആൾക്കാരുടെ സാലറീസ് വെച്ച് സം എടുക്കുകയാണ്. അപ്പോ എല്ലാ വീട്ടിലും ഒരു റേഞ്ച് ഒരു 1 to 5 ആണെങ്കിൽ നമ്മൾ ആ വീടിന്റെ ആ ഒരു ഏരിയയുടെ കംപ്ലീറ്റ്ലി മീൻ എടുക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടണേ. അപ്പൊ അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ എത്രയാ, ഒരു 2 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് എന്നുള്ള രീതിക്ക് നമുക്ക് വരും. അപ്പോ ഇത് എവിടെ നമ്മൾ യൂസ്ഫുൾ ആവണേന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡാറ്റനകത്ത് മിസ്സിംഗ് വരുന്നു. ആ മിസ്സിംഗ് വന്ന ഡാറ്റയിൽ നമ്മൾ ഫില്ല് ചെയ്യണ സമയത്ത് അതൊരു ഇന്റ് വാല്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഡിജർ അല്ലെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ് ഡാറ്റ സെറ്റ് ആണ് നമ്മുടെ ഒരു ഡാറ്റ സെറ്റ് ആണ് നമ്മുടെ ഉള്ളത്. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് കർവ് ആണെങ്കിൽ, ഇങ്ങനെയുള്ള കർവ് ആണെങ്കിൽ നമ്മൾ ആ ഡാറ്റേനെ മീൻ വെച്ച് ഫില്ല് ചെയ്യും. അപ്പോ എന്താ പറയാ, അതായത് 100 ഹൗസ് ഹോൾഡിനകത്ത് എല്ലാ ഒരു 1 to 5 റേഞ്ചിനകത്തുള്ളതിൽ ഒരു 5 വീടിനകത്തുള്ള ഇൻകം നമ്മൾ എൻ്റർ ചെയ്യാൻ മിസ്സായാലും നമ്മൾ ബാക്കിയുള്ള 95ന്റെ റേഞ്ച് വെച്ച് ഒരു മീൻ വെച്ച് നമ്മളെ മിസ്സായതിനെ ഫില്ല് ചെയ്യും. ഇനി അടുത്തൊരു ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ, അതായത് നമ്മളൊരു ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് സ്ക്യൂഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ലെഫ്റ്റിലേക്ക് സ്ക്യൂഡ്, അല്ലെങ്കിൽ റൈറ്റിലേക്ക്, അല്ല തിരിഞ്ഞു, ഇത് റൈറ്റിലേക്ക് സ്ക്യൂഡ്. നമ്മളൊരു മല പോലെ വരയ്ക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് സ്ക്യൂഡ്, ഇത് ലെഫ്റ്റിലേക്ക് സ്ക്യൂഡ്. അപ്പൊ സ്ക്യൂഡ് വന്നതിന്റെ കേസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് തന്നെ പറഞ്ഞ എക്സാമ്പിൾ, അതായത് ഒരു 100 വീടിന്റെ ഇൻകം എടുക്കുന്ന സമയത്ത് ഒരാൾ എത്ര, നമ്മള് ഒരു 3 ഹൗസ് ഹോൾഡ് നമ്മൾ അടിച്ചേക്കണെന്ന് പറയുകയാണെങ്കിൽ എൻ്റർ ചെയ്തേക്കണ എത്ര, ഒരു 5 ലാക്ക് ആണ് ആവറേജ് എങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത എത്ര 20-50 ലാക്ക് ആണെങ്കിൽ നമ്മൾ ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി സ്ക്യൂഡ് ആയിരിക്കും. അപ്പോ നമ്മള് അതിനെ മീൻ വെച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യണേ, അതിനകത്ത് വാല്യൂസ് ഇല്ല. നമ്മൾ അതിനകത്ത് മീൻ വെച്ച് നമ്മൾ അതിനെ ഫില്ല് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആ 50 ലാക്ക് 50 ലാക്ക് 20 ലാക്ക് ഒക്കെ വെച്ച് നമ്മൾ ആവറേജ് എടുക്കുകയാണ് ഒരു 100 ഹൗസ് ഹോൾഡിന്റെ. അപ്പൊ ശരിക്കും തന്നെ അതിന്റെ ആവറേജ് എത്രയാ, 1 to 5 ലാക്കിന്റെ ഒരു ആവറേജ് എത്ര, 3.5 വന്നെങ്കിൽ 50 ലാക്ക് 10 ലാക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടോട്ടൽ ആവറേജ് എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ 10 ലാക്ക് 12 ലാക്ക് എന്നുള്ള രീതിക്ക് കയറി വരാം.
ആ ഇത് വെച്ച് നമ്മൾ നമ്മുടെ ഡാറ്റേനെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് ആ പുതിയതായിട്ട് ഇപ്പോ നമ്മൾ ഒരു 100 റോസ് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ ആ ഒരു മീൻ വെച്ച് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്താ 10 lakh 12 lakh എന്നൊക്കെ ആയിരിക്കും ആ കോളംസ് ഫില്ലായി വന്നെ. അപ്പോ അതിന്റെ ഒരു വിഷയം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു മീൻ ഇല്ലാത്ത ഡാറ്റയാണ് വന്നെ. ശരിക്കും ആ ഹൗസ് ഹോൾഡിനകത്ത് 5 ലക്ഷം വരെ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഇത് വന്നു. അപ്പൊ ഇങ്ങനെ സ്ക്യൂഡ് ആയിട്ടുള്ളതിനെ നമ്മൾ ഫില്ല് ചെയ്യണ മീഡിയൻ യൂസ് ചെയ്തിട്ടാണ്. നമുക്കിനി ഇവിടുത്തെ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ മാറ്റ്പ്ലോട്ലിങ്ക് ഇമ്പോർട്ട് ചെയ്തല്ലോ. നമ്മള് ഇതിനകത്ത് ചിൽഡ്രൻ എന്ന് പറഞ്ഞ കോളാണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്യണത്. അപ്പോ ചിൽഡ്രൻ എടുത്തു. ഇത് വെച്ച് നമ്മൾ ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്യണം. ഹിസ്റ്റ് നമ്മൾ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടു. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇത് ഈ ചിൽഡ്രൻ എന്ന് പറഞ്ഞ കോളം വെച്ച് നമ്മൾ എടുത്തപ്പോ നമുക്ക് തന്നേക്കണ ഒരു ഡാറ്റ സെറ്റിനകത്ത് അറൌണ്ട് 0 to 1 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനകത്തുള്ള എത്ര ചിൽഡ്രൻസ് പ്രസന്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഡാറ്റ സെറ്റിനകത്തുള്ള വാല്യൂ. അപ്പൊ ഏറ്റവും കൂടുതൽ വന്നതെന്ന് പറയുന്നത് ഒരു 0 റേഞ്ച് തന്നെയാണ് വന്നേക്കണേ. കുറച്ചാണ് 1 വന്നേക്കണേ, കുറച്ചാണ് 2 വന്നേക്കണേ. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് സ്ക്യൂഡ്, ഇങ്ങനെ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അത് ഇപ്പൊ നേരത്തെ കാണിച്ച എക്സാമ്പിൾ വെച്ച് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? അതായത് ഇത് കണ്ടിന്യൂസ് ആയിരിക്കോ, അതായത് ഒരു മല പോലെയാണോ, അതോ സ്ക്യൂഡ് ആയിട്ടാണോ വന്നേക്കണേ? നിങ്ങൾ എന്ത് വേണമെങ്കിൽ കിട്ടോ. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കണേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായില്ല? അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, എങ്ങനത്തെ രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ നമ്മള് നോക്കി കണ്ടിന്യൂ, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ അത് സ്ക്യൂഡ് പോലെ, അത് നിങ്ങൾക്ക് ഓക്കെ റോസ്മേരി ഇതന്നെ കറക്റ്റ്. അതായത് നമുക്ക് ഈ തന്നേക്കണ ഇത് മല വരച്ച് കഴിയുമ്പോ ലെഫ്റ്റ് സ്ക്യൂഡ്, ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ. അപ്പോ ഇതിനകത്ത് ഇതിനകത്ത് നമ്മളിപ്പോ നമുക്ക് ഈ ചിൽഡ്രനെ ഇതിനെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ചിൽഡ്രന്റെ മീനെ ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും വണ്ണെന്ന്, അല്ലെങ്കിൽ മീൻ എടുക്കുന്ന സമയത്ത് അത് മോർ ഓവർ ഈ സൈഡിനകത്തേക്ക്, അതായത് ഈ 0 സൈഡിനകത്തേക്കായിരിക്കും കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് മീൻ എടുത്തു തന്നെ. അപ്പൊ നമ്മള് എന്ത് ചെയ്യും, നമ്മള് ഇനിയിപ്പോ ഈ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഇത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫില്ലെന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യണത്. അപ്പൊ ഫില്ലെന്നെ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ യൂസ് ചെയ്യാൻ പോണ കോളം നമ്മൾ റെഫർ ചെയ്യാണ്, ചിൽഡ്രൻ ആൻഡ് ഡോട്ട്. നമ്മൾ എടുത്തേക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂഡ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ മീഡിയൻ ആയിരിക്കും യൂസ് ചെയ്യണേ. നമ്മളുണ്ട് ഓക്കെ. നമ്മൾ ഇപ്പൊ എന്താ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് എടുത്തേക്കണ ഇപ്പോ ഇനി വീണ്ടും ഇത് റൺ ചെയ്യാന്ന് വെച്ചോ. കേട്ടോ, നമ്മളിപ്പോ ആ ചിൽഡ്രൻ എന്ന് പറഞ്ഞ കോളത്തിനകത്ത് ഈ മീഡിയൻ വാല്യൂ വെച്ച് കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇത്. ഇനിയിപ്പോ അത് ഇൻഡിജർ അല്ല, നമ്മൾ എടുക്കാൻ പോണ കോളം എന്ന് പറഞ്ഞത് ഒരു കാറ്റഗറിക്കൽ കോളാണ്. അതായത് ഇപ്പൊ അതിനെന്തെങ്കിലും കൺട്രിയാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് വെച്ചോ. കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും കൺട്രിക്ക് ഇൻഡിജർ വാല്യൂ 5 3 4 എന്നുള്ള രീതിക്ക് കൺട്രി ഒരിക്കലും വരില്ല. കൺട്രി തന്നെ PRT GBR അങ്ങനെയാണ് കൺട്രി തന്നെ. അപ്പൊ കൺട്രീസ് വന്നതിനെ കാറ്റഗറിക്കൽ കോളംസ് ആണ് അത് വന്നെങ്കിൽ അതിനാണ് നമ്മൾ കാറ്റഗറിക്കൽ കോളംസ് പറയുന്നത്. അങ്ങനെ വന്നെങ്കിൽ നമ്മളത് മോഡ് യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യണം. മോഡ് എന്ന് നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നത് ഏതാണോ അതിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ എത്രയാ ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് മീൻ മീഡിയം മോഡ്. ഏറ്റവും കൂടുതൽ വന്നേക്കണേ 1 3 5 5 5 എന്നുള്ള ഒരു സെറ്റ് ഓഫ് വാല്യൂസ് എടുക്കുമ്പോൾ 5 കൂടുതൽ റിപ്പീറ്റ് ചെയ്തെങ്കിൽ ആ സെറ്റിന്റെ മോഡ് 5. അതേപോലെ നമ്മൾ കണ്ടിന്യൂസ് വാല്യൂസിന്റെ മോഡ് വെച്ച് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ തന്നെ. അപ്പോൾ ഡേറ്റയിനകത്ത് നമ്മൾ കൺട്രി സെലക്ട് ചെയ്യും.
കൺട്രി സെലക്ട് ചെയ്തിട്ട് ഡോട്ട് ഫില്ലൻ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ ഡേറ്റയിനകത്ത് കൺട്രി റെഫർ ചെയ്യും. നമുക്ക് ചേഞ്ച് വരുത്തേണ്ട അതിനാലോ. അപ്പോൾ അതിനെ ഡോട്ട് നമ്മൾ മോഡ് യൂസ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇൻപ്ലേസ് ട്രൂ നമ്മൾ എന്തിനാ യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഈ പാരാമീറ്റർ കൊണ്ട് തന്നെ നമ്മൾ ഇത് മെമ്മറി തന്നെ ചേഞ്ച് വരുത്താൻ, അല്ലെങ്കിൽ ഇൻപ്ലേസ് യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഡാറ്റ കൺട്രി ഈക്വൽ ടു ഡാറ്റ കൺട്രിയിലോട്ട് ഫിൽ എന്ന് ജസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഫിൽ തന്നെ യൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും മിസ്സിംഗ് വാല്യൂസ് നോക്കണം. അപ്പൊ നോക്കിയപ്പോ കൺട്രീസും ഫില്ലായി കഴിഞ്ഞു. ഇനി ഏജന്റും കമ്പനിയും മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ ഇനി അടുത്തത് നോക്കുന്ന സമയത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഡാറ്റ എൻ്റർ ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കൊരു 100 വീടുണ്ട്, അതിനകത്ത് 100 വീട്ടിലെ ഡാറ്റ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മൾ സർവേ എടുക്കാൻ പോകുന്ന സമയത്ത് അതിനകത്ത് ഒരു 50 വീട്ടിലെ ഡാറ്റ വീണ്ടും എൻ്റർ ആയി കഴിഞ്ഞാൽ മോഡൽ നോക്കുന്ന സമയത്ത് സിമിലർ ഡാറ്റ ഉണ്ട്. അപ്പൊ അതേപോലെയുള്ള ഹൗസ് ഹോൾഡ് 150 ഹൗസ് ഹോൾഡ് ഉണ്ട്, അതിന്റെ ഏകദേശം ഒരേപോലെയാണ് പാറ്റേൺ. പുതിയതായിട്ട് ഒരു ഹൗസ് ഹോൾഡ് വന്നാൽ അതൊരു ഇൻകം പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഈ 150 ഡാറ്റയും മോഡൽ കൺസിഡർ ചെയ്യും. ശരിക്കും ഇവിടെ ഉള്ളത് 100 ഡാറ്റയേ ഉള്ളൂ, പക്ഷെ ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്ന 50 ഡാറ്റയുടെ ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ട് മോഡൽ വീണ്ടും പ്രിഡിക്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഇനി നമുക്ക് തന്നേക്കുന്ന ഡാറ്റയിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പൊ നമ്മൾ ഡാറ്റേനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റഡ്. അപ്പോ ഇത് നേരത്തെ വന്നല്ലാണ്ട് നമ്മൾ അതിന്റെ സമ്മ് വീണ്ടും ടോട്ടൽ ആണ്. അപ്പൊ കണ്ടോ ഈ ഇന്റ് 0, അതായത് മൊത്തത്തിൽ നമ്മുടെ ഇപ്പൊ എടുത്തേക്കുന്ന ഡാറ്റ സെറ്റിനകത്ത് ഡ്യൂപ്ലിക്കേറ്റഡ് ഡാറ്റ ഒന്നും തന്നെ ഇല്ല. ഡ്യൂപ്ലിക്കേറ്റഡ് ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം, അതായത് ഡ്രോപ്പ് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ ആ ഡാറ്റ ഉണ്ട്, നമുക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്ന അതിന്റെ ആവശ്യമില്ല. റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ പ്രൊഡിക്ഷൻ വരുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് വന്നേക്കുന്ന ഡാറ്റയുടെയും ഉള്ള ഇതായിട്ട് ബയസ്ഡ് ആവും. അതായിരിക്കും കൂടുതൽ മോഡൽ പ്രിഫർ ചെയ്യണ ഔട്ട്പുട്ട് വരാൻ വേണ്ടി. അപ്പോ അങ്ങനെ നമ്മള് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ട് ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡ്രോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഡാറ്റ ഈക്വൽ ടു നമ്മൾ ഡാറ്റനെ വീണ്ടും റെഫർ ചെയ്യും. ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പോ ആ ഡ്യൂപ്ലിക്കേറ്റ്സ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ അതാണ് യൂസ് ചെയ്യണത്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ, അതോ ആക്സിഡന്റലി മൈക്കോൺ ആയതാണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഞാൻ ഇപ്പോ ഇങ്ങനെ ഇത്ര ബേസിക് ആയിട്ട് പോകണം. ഞാൻ ഇന്നത്തെ SQL സെഷൻ കുറെ പേർക്ക് ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് ജോയില് വെച്ചെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം SQL അറിയാന്നുള്ള രീതിക്കാണ് ജോയില് പെട്ടെന്ന് പോയത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാണ്ടിരിക്കാനാണ് ഭയങ്കര ബേസിക് ആയിട്ട് പോണേ, എന്നാലും കാര്യങ്ങൾ പറയണേ. എല്ലാവർക്കും ഈ ഒരു രീതി ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വന്ന എന്ത് ചെയ്യുന്നു പഠിച്ചു. ഇനി അടുത്തതാണ് ഔട്ട്ലയർ വരുമ്പോ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഔട്ട്ലയർ എന്താണ്. നമുക്കൊരു സെറ്റ് ഓഫ് റേഞ്ച് ഓഫ് വാല്യൂസിനേക്കാളും ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിനകത്ത് ഒരു മിസ് എണീപ്പിച്ച് നിർത്തി. അപ്പൊ എണീപ്പിച്ച് നിർത്തിയപ്പോ മിസ് പറഞ്ഞു, ഇപ്പൊ എന്റെ പേര് തരുന്നേ നീ ഒരു 10 വാല്യൂസ് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയണം. അപ്പൊ 1 2 3 4 5 6 7 8 100 എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഓഡ് വൺ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും 1 2 1 തൊട്ട് 8 വരെ സെയിം വാല്യൂസ് ആണ്, ഒരു 1 വ്യത്യാസമുള്ളത്. പെട്ടെന്ന് ഒരു 100 വാല്യൂ വരുമ്പോൾ നമ്മൾ പറയും അതാണ് ഈ ഒരു സെറ്റിനകത്തെ ഓഡ് വൺ ഔട്ട്. അതേപോലെ നമുക്ക് വന്ന ഒരു റേഞ്ചിനകത്ത് ഒരു ഓഡ് വൺ ആയിട്ട് വന്ന വാല്യൂസിനെയാണ് നമ്മൾ ഔട്ട്ലയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഔട്ട്ലയർ വന്നാലുള്ള വിഷയം എന്താന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ നേരത്തെ മീൻ അല്ലെങ്കിൽ നമ്മൾ മിസ്സിംഗ് വാല്യൂസ് ഫില്ല് ചെയ്യാൻ മീൻ യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഔട്ട്ലയർ അവിടെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മീൻ ഫില്ല് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എറർ വരും. ഭയങ്കരമായിട്ട് കൂടുതൽ വാല്യൂ ഉള്ള സൈഡിനകത്തേക്ക് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വാല്യൂ ഫില്ല് ചെയ്യണേ. അപ്പൊ അതാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ എന്നിട്ട് ഇത് സോൾവ് ചെയ്യാൻ നോക്കണേ. അപ്പോ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് IQR മെത്തേഡ് എന്ന് നമ്മൾ ഇതിനെ പറയാം. അതായത് ഇതാണ് ഇന്റർകോട്ടൈൽ റേഞ്ച് യൂസ് ചെയ്താണ് നമ്മൾ ഈ നമ്മുടെ ഡാറ്റ സെറ്റിനകത്ത് നൾ വാല്യൂസ് ഉണ്ടോ അല്ല ഈ സ്ക്യൂഡ് ആയിട്ട് അല്ലെങ്കിൽ റേഞ്ചിൽ നിന്ന് തെറ്റിക്കിടക്കുന്ന വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കുന്നതും നമ്മൾ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതും. അപ്പൊ പിന്നെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്, അതായത് Z സ്കോർ അല്ലെങ്കിൽ ഐസൊലേഷൻ ഫോറസ്റ്റ് അങ്ങനെയുള്ള രീതിക്കും സാധനങ്ങളുണ്ട്.
നമ്മളിപ്പോ ഇവിടെ മെയിൻ ആയിട്ട് നോക്കണെന്ന് പറയുകയാണെങ്കിൽ IQR യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ക്വാർട്ടൈൽ എന്താന്ന് പറയാം. ഇത് ജസ്റ്റ് ഒരു ബേസിക് മാത്സ് വരെയാണ്. ക്വാർട്ടൈൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ Q1 എടുക്കാണ്. Q1 എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 25% വാല്യൂസ്. അപ്പോ എങ്ങനെ പറയാം, അതായത് ഇപ്പൊ Q1 എന്ന് പറയുകയാണെങ്കിൽ 25% ഓഫ് വാല്യൂസ്. ആദ്യത്തെ ഒരു 25, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 50 സെറ്റ് ഓഫ് വാല്യൂസ് പറയണ ഒരു റേഞ്ച്. അപ്പൊ 1 to 50 വരെ ഞാൻ പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞതിനകത്ത് ആദ്യത്തെ 25% വാല്യൂസ് Q1 വരും. ഇനി അടുത്ത ക്വാർട്ടൈൽ എന്ന് പറയുകയാണെങ്കിൽ Q2. Q2 എന്ന് പറയുകയാണെങ്കിൽ 50% വാല്യൂസ്, 50%. ഇനി Q3 നമ്മൾ എടുക്കും, അടുത്ത ക്വാർട്ടൈല്. Q3 എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഈ 75% സെറ്റ് ആയി കിടക്കണം, ആ ഒരു റേഞ്ചിനകത്ത് കിടക്കണ വാല്യൂസ്, പെർസെൻറ്റേജ്. ഇനി നമ്മൾ IQR കാണണമെന്ന് പറയുകയാണെങ്കിൽ, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണണമെന്ന് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ എടുത്തേക്കണ റേഞ്ചിനകത്ത് ഒരു മിഡിലിൽ കിടക്കണ, അതായത് ഏകദേശം ഇപ്പോ എന്താ ഏറ്റവും പക്ക എക്സാമ്പിൾ ഞാൻ സാലറിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ലോ. നമ്മളിപ്പോ സാലറിയുടെ കേസ് എടുക്കുകയാണ്. സാലറിനകത്ത് ആദ്യത്തെ 9 പേരുടെയും സാലറി ഒരു അറൌണ്ട് എത്ര പറയാ, 1, 2, 3 ലക്ഷം, 4 ലക്ഷം അങ്ങനെ കിടന്നിട്ട് ഒരാളുടെ 50 ലക്ഷം വന്നു. അപ്പൊ നമ്മൾ IQR എടുക്കുന്ന സമയത്ത് നമ്മൾ തേർഡ് ക്വാർട്ടൈൽ 75%, അതിൽ നിന്ന് ആ ഒരു റേഞ്ചിൽ 75% കിടക്കുന്ന വാല്യൂസും പിന്നെ ബാക്കി 25. അപ്പൊ അത് അറ്റത്തെ തുടക്കത്തെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ നമുക്ക് നടുക്കിടക്കുന്ന വാല്യൂസ് കിട്ടും. അപ്പോ ആ ഒരു നമ്മുടെ മിഡിൽ റേഞ്ച് വാല്യൂസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ IQR എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ ജസ്റ്റ് മാത്സ് ഇക്വേഷൻ പോലെ. അപ്പൊ Q3 മൈനസ് Q1 നമ്മൾ എടുക്കും. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ നടുക്ക് കിടക്കുന്ന വാല്യൂസിന്റെ സെറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഔട്ട്ലയർ റൂൾ എന്നാണ് ഇതിനെ പറയണത്. ഇത് ജസ്റ്റ് ഭയങ്കര ബേസിക് മാത്സ് അല്ല, ഭയങ്കര ബോർ മാത്സ് ആണ്. അപ്പൊ നമ്മൾ Q1 നമ്മൾ ഫസ്റ്റ് എടുത്ത ക്വാർട്ടൈലിനെ നമ്മൾ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. നമുക്ക് ഈ 1.5 എന്താന്ന് പറയുകയാണെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ആണ്. അതായത് ഇപ്പോ അങ്ങനെയാണ് നമ്മൾ വെക്കണേ. ഇപ്പോ നമുക്ക് വേണമെങ്കിൽ 2.5, 3.5 എന്നൊക്കെ പറയും. പക്ഷെ ഒരു നമ്മൾ ഈ എപ്പോഴും ഔട്ട്ലെയർ കണ്ടുപിടിക്കുമ്പോൾ അതാണ് 1.5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നമ്മൾ നമ്പർ യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ 1.5 യൂസ് ചെയ്യണം. എന്നിട്ട് വീണ്ടും IQR കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഇത് രണ്ട് ഞാൻ പറയാം. ഇപ്പൊ ഇതുണ്ട്, പിന്നെ Q3 നമ്മൾ പ്ലസ് 1.5 ഇൻറ്റു IQ ആണ്. അപ്പൊ നമ്മൾ ഇതാണ് ഔട്ട്ലയർ റൂൾ എന്ന് പറയുന്നത്. ഔട്ട്ലയർ റൂൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ Q1 നമ്മൾ ടോട്ടൽ എടുത്ത മിഡിൽ വാല്യൂ ഉണ്ടല്ലോ, ഒരു മിഡിൽ സെറ്റ് ഓഫ് വാല്യൂസ്, അതിന്റെ ഒരു 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും ആ ഒരു സെറ്റ് ഓഫ് വാല്യൂസിന്റെ റേഞ്ചിന്. എന്നിട്ട് ആ പെർസെന്റേജ് വാല്യൂസിനെ നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ സാലറീസ് തന്നെ എടുക്കുകയാണ്. ഞാൻ മാത്സിലേക്ക് പോകാം, നേരെ തിയറി തന്നെ പറയണം. അതായത് സാലറീസ് എടുത്തപ്പോ ചിലപ്പോ ഒരു എൻട്രി ചെയ്ത സാലറി എന്ന് പറയുകയാണെങ്കിൽ -500 എന്ന് വെച്ചോ, -3 ലക്ഷം, അല്ലെങ്കിൽ ഇപ്പോ എല്ലാവരുടെയും 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം കിടക്കണേൽ ഒരു സാലറി 10,000 എന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ഇതിന്റെ മിഡിൽ വാല്യൂ എടുക്കുമ്പോൾ എത്ര, ഒരു 3 ലക്ഷം എന്ന് വെച്ചോ, മിഡിൽ സെറ്റ് ഓഫ് വാല്യൂസ്. ആ 3 ലക്ഷം വെച്ച് നോക്കുമ്പോൾ ഈ Q1 മൈനസ് ചെയ്തു, അപ്പൊ 2 ലക്ഷമായി, അല്ലെങ്കിൽ 1.5 ലക്ഷമായി. 1.5 ലക്ഷത്തിൽ നിന്ന് താഴെ കിടക്കുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ 1 ലക്ഷം, അല്ലെങ്കിൽ 50,000 കിടക്കട്ടെ, ഈ 50,000 റേഞ്ചിൽ നിന്ന് താഴെ കിടക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് ഔട്ട്ലയർ ആയിട്ട് പറയാം. അതേപോലെ തന്നെ നമ്മൾ IQR റേഞ്ചിനെ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അത് തേർഡ് ക്വാർട്ടൈൽ വെച്ച് സം ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പൊ എത്രയാ, ഒരു 5 ലക്ഷം, അല്ലെങ്കിൽ 6 ലക്ഷം, അല്ലെങ്കിൽ 7 ലക്ഷം, 7 ലക്ഷത്തിന് മേളിൽ കിടക്കുന്ന വാല്യൂസ് എല്ലാം ഔട്ട്ലയർ എന്ന് പറയാം. അപ്പോ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ഒരു അടിപൊളിയായിട്ട് രീതിക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചാൽ, ജസ്റ്റ് ക്വാർട്ടൈൽ റേഞ്ച് എടുക്കുക Q1, അതിനെ നമ്മൾ ഡാറ്റ എടുക്കുക, നമ്മുടെ ഡാറ്റ. അതിന് ഇവിടെ നമ്മൾ റെഫർ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ADR ആണ്. ADR എന്ന് പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഹോട്ടലിന് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പൊ തൊട്ട് അതിന്റെ ഫംഗ്ഷൻ, അതേപോലെ തന്നെ Q3 എടുക്കുന്നു. Q3
നമ്മൾ വീണ്ടും ഡാറ്റ ലെഫ്റ്റ് ചെയ്യും, ADR എടുക്കും, യൂസ് ചെയ്ത് ബാക്കി 0.75. എന്നിട്ട് നമ്മൾ IQR റേഞ്ച് കണ്ടുപിടിക്കും, മിഡിൽ സെറ്റ് ഓഫ് വാല്യൂസ്. അപ്പൊ IQR എന്ന് പറഞ്ഞാൽ നമ്മള് 25% തുടക്കത്തെ ഇതും പിന്നെ അവസാനത്തെ ഒരു 75% ആയിരിക്കും അതിന്റെ ഒരു റേഞ്ച്. നമ്മൾ ആ റേഞ്ച് കണ്ടുപിടിച്ച് ഇനി നേരത്തെ പറഞ്ഞ കാര്യമില്ല, അതായത് ഒരു IQR റൂള് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അത് ലോവർ റേഞ്ച് നമ്മൾ സെറ്റ് ചെയ്യാണ് ഒരു റേഞ്ച് ഓഫ് വാല്യൂസിന്റെ. അപ്പൊ Q1 നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ 1.5 ഇൻറ്റു നമ്മൾ കണ്ടുപിടിച്ച IQR റേഞ്ച്, അതേപോലെ തന്നെ അപ്പർ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോ അതൊരു Q3 പ്ലസ് 1.5 ഇൻറ്റു IQR. അപ്പൊ നമ്മൾ നമ്മുടെ ലിമിറ്റും സെറ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾക്ക് നമ്മുടെ ഡാറ്റ സെറ്റിനകത്ത് IQR ഉണ്ടോ അല്ലെങ്കിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണേ. അപ്പൊ അതിനുള്ള കോഡ് ഞാൻ പേസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും ഇതൊരു ഓക്കെ അല്ലേ? ഞാൻ ഇപ്പൊ ജസ്റ്റ് കുറച്ച് മാത്സ് പറഞ്ഞതിൽ വിഷയമൊന്നുമില്ല. ഞാൻ ടൈപ്പ് ചെയ്ത് ബോറടിപ്പിക്കില്ല. ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, TF അല്ല, നമ്മുടെ ഡാറ്റയിനകത്തേക്ക് ലോഡ്. കണ്ടോ? ഈ ഈ റിസൾട്ട് ആയിട്ട് നമുക്ക് വന്നേക്കണതിന്റെ നമ്മളിവിടെ യൂസ് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ ഏതാണ് ADR നമ്മൾ എടുക്കുകയാണ്. അപ്പൊ നമ്മള് ഇവിടെ റേഞ്ച് വെച്ചു. ആ റേഞ്ചിൽ നിന്ന് ഇപ്പോ ലോവർ ആയിട്ട് കിടക്കുന്നത്, അതായത് ഇപ്പോ ഈ ഡേറ്റയിനകത്ത് ഈ ADR നമ്മുടെ ലോവർ ലിമിറ്റിനേക്കാളും കുറവ് കിടക്കണേ. ഇവിടെ ലോവർ പ്രിന്റ് ഇവിടെ, അതായത് ഇവിടുത്തെ ഇപ്പൊ ലോവർ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ 154 ഇതിന്റെ ഏറ്റവും ലോവർ ലിമിറ്റ്. ഈ 154 താഴെ വന്നേക്കുന്നതെല്ലാം നമ്മുടെ ഇക്വേഷൻ വെച്ച് നമ്മൾ ഔട്ട്ലയർ ആണെന്ന് പറയാണ്. അതേപോലെ തന്നെ അപ്പറിന്റെ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ അപ്പർ ലിമിറ്റ് എന്താന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രിന്റ് അപ്പർ നമ്മൾ ചെയ്തപ്പോ 40 തിരിഞ്ഞു പോയി പോകണ്ടേ. ഓക്കെ, ശരിയാ, സോറി, തിരിഞ്ഞു. അതായത് അപ്പറിൽ കിടക്കണ 40, അതായത് 40 താഴെ വന്ന വാല്യൂസും നമ്മൾ ഇക്വേഷനിൽ എന്തോ പ്രശ്നം പറ്റുന്നുണ്ട്. ആ ഇക്വേഷൻ ഞാൻ റെഡി ആക്കിയിട്ട് കോഡ് ഇടാം കേട്ടോ. അപ്പോ ഈ വന്ന വാല്യൂസ്, അതായത് ആ ലോവർ ലേറ്റിനകത്ത് താഴെ കിടക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ എടുത്തേക്കണ ഈ ADRന്റെ അപ്പറിനേക്കാളും കൂടുതലുള്ള വാല്യൂസും ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കണേ. നമുക്കിപ്പോ ഇത് ഭയങ്കര, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കേസ് ഇവിടെയാണ് നമ്മുടെ EDയുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മൊത്തം നമ്പർ ആയിട്ട് നമുക്ക് വാല്യൂസ് ഒക്കെ കിട്ടും. അതായത് ED എടുത്തപ്പോൾ ചിലപ്പോൾ ഇത്രയുണ്ട് അല്ലെങ്കിൽ എന്തോരം നൾ വാല്യൂസ് ഉണ്ട്. നമുക്ക് അവിടെ ഒരു ബോക്സ് പ്ലോട്ട് ബോക്സ് പ്ലോട്ട് ആണ് നമ്മൾ മെയിൻലി ഔട്ട്ലയർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബോക്സ് പ്ലോട്ട് യൂസ് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ഔട്ട്ലയർ വന്നേന്നുള്ളത്. അപ്പോ ഞാൻ ഒരു ജസ്റ്റ് സിമ്പിൾ ബോക്സ് പ്ലോട്ടാണ് പ്ലോട്ട് ചെയ്യണേ. നമ്മുടെ ഇപ്പൊ നൾ വാല്യൂസ് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രോപ്പ് എന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ കോളത്തിനകത്തുള്ള നൾ വാല്യൂസിന്റെ റോ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ആവും. അതാണ് ഡ്രോപ്പ് എന്നയുടെ ഇത്. ഓക്കെ, ഇതാണ്. അതായത് ഈ ഒരു ഓറഞ്ച് പെട്ടി പോലെ കണ്ടോ, ഓറഞ്ച് റെക്ടാങ്കിള്, ഇതാണ് നമ്മുടെ മിഡിൽ റേഞ്ച്, അതായത് IQR റേഞ്ച്. ഈ രണ്ട് വരകൾ കണ്ടോ, ഇതാണ് നമ്മുടെ ലിമിറ്റ്, നമ്മുടെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്.
ഇതിന് മേളിൽ കിടക്കണ ഈ കറുത്തിട്ടുള്ള ഡോട്ട് 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 ഇങ്ങനത്തെ ഇത് കണ്ടോ, ഇതിനെയാണ് നമ്മൾ ഔട്ട്ലയർ എന്ന് പറയണത്. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കണേന്ന് പറയുകയാണെങ്കിൽ ഈ വന്നേക്കണ വാല്യൂസ്, അതായത് ഈ ഔട്ട്ലയർ ആയിട്ട് കിടക്കണ വാല്യൂസിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കണേ. അപ്പോ അതിനുള്ള കോഡ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത് തന്നെ എടുത്തു. നമുക്കിപ്പോ എന്തായാലും ഔട്ട്ലെയർ എന്താന്ന് കിട്ടി. ഇനി ജസ്റ്റ് അതിന്റെ ഔട്ട്ലെയർ റിമൂവൽ ചെയ്യാണ്. ഞാൻ വേഗം ഓരോന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഓക്കെ. നമ്മളിനി നമ്മുടെ ഈ വീണ്ടും നമ്മൾ ഈ ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്യാൻ പോകാം. അപ്പൊ കണ്ടോ, കംപ്ലീറ്റ്ലി ഔട്ട്ലയർ റിമൂവ് ആയി കഴിഞ്ഞു. കംപ്ലീറ്റ്ലി നമ്മുടെ ഡേറ്റ തന്നെ പോയില്ലോ. ഇല്ല. ഓക്കെ. ഇപ്പോ നേരത്തെ ഗ്രാഫ് ഉണ്ടോ, അതായത് നേരത്തെ ഇത് വന്നപ്പോ ഭയങ്കരമായിട്ട് ഔട്ട്ലയർ വാല്യൂസ് കയറി വന്നു. ഇപ്പോ ഈ ഒരു വാല്യൂ ഉണ്ടോ, ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ബ്ലാക്ക് കുഴപ്പമില്ല. ഈ സെറ്റ് ഓഫ് വാല്യൂസ് ഭയങ്കരമായിട്ട് ക്രൗഡഡ് ആയിട്ട് ഇപ്പൊ ആ റീജിയനിലുണ്ട്. ഈ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ടോ, അതായത് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ADR-നകത്ത് 5000 റുപ്പീസിന് അല്ലെങ്കിൽ $5000 മേളിലൊരു വാല്യൂ വന്നിട്ടുണ്ട്. ഇതാണ് ശരിക്കുള്ള ഔട്ട്ലയർ. ഇത് നമുക്ക് പറയാം, ഇതൊരു നമുക്കിത്, അതായത് രണ്ട് രീതിക്ക് നമുക്ക് ഈ വാല്യൂസിനെ കൺസിഡർ ചെയ്യാം. അതായത് നമ്മുടെ അപ്പർ റേഞ്ചിനേക്കാളും വാല്യൂസ് വന്നിട്ടുണ്ട്. അത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഡേറ്റ സെറ്റിന് നമ്മൾ ശരിക്കും റിലേറ്റഡ് ഉള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം, നമ്മൾ റൂം ബുക്ക് ചെയ്ത സമയത്ത് നമ്മളിപ്പോ പീക്ക് സീസണിനകത്താണ് ഒരു കസ്റ്റമർ റൂം ബുക്ക് ചെയ്തത്. അപ്പോ നമുക്ക് സാധാ കിട്ടുന്നേക്കാളും എക്സ്ട്രാ ലാഭം നമുക്ക് റൂമിന് കിട്ടൂലോ. അപ്പൊ അങ്ങനെ പീക്ക് സീസണിലെ പ്രോഫിറ്റ് ആയിരിക്കാം ഇവിടെ വന്നേക്കണേ, അല്ലെങ്കിൽ അത് ഔട്ട്ലയർ ആയിരിക്കാം. അപ്പൊ ഇവിടെയാണ് നമുക്ക് ശരിക്കും ഒരു ഡൊമൈൻ നോളജ് വരേണ്ടത്. അതായത് ഞാൻ ഇപ്പോ ഫസ്റ്റ് സെഷനകത്ത് പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മളിപ്പോ ഒരു ഡാറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം എങ്ങനെയാ, ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ പഠിക്കുക. ആ ഡാറ്റ സെറ്റ് എന്താണ്, ഇപ്പൊ ADR എന്താന്ന് പഠിച്ചു, ഒരു റൂമിന് നമുക്ക് കിട്ടുന്ന ലാഭം. അപ്പോ അത് പെട്ടെന്ന് ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് ഡൊമൈൻ നോളജ് ഒന്നുമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ കുറെ വാല്യൂസ് നമ്മുടെ മീഡിയനേക്കാളും കൂടുതലുണ്ട്, റേഞ്ചിനേക്കാളും പുറത്താണ്. ഇവിടെ ഒരു വാല്യൂസ് ഉണ്ട്, ഇതെന്തായാലും ഒരു ഔട്ട്ലയർ ആണെന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷെ ഈ റേഞ്ച് ഓഫ് വാല്യൂസ് ഞാൻ നോക്കുമ്പോ ഇതെന്തായാലും ചിലപ്പോൾ ഔട്ട്ലയർ ആയിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് അത് അവിടെ തന്നെ വെക്കാം. അപ്പൊ ഞാൻ അവിടെ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ആയിരിക്കാം ഇവിടെ വന്നേക്കുന്നത്. അതായത് പീക്ക് സീസണുകൾ ഉണ്ടല്ലോ, ക്രിസ്മസ്, ഓണം, അങ്ങനെയുള്ള സമയത്ത് റൂം ബുക്ക് ചെയ്തപ്പോ ആ ഹോട്ടൽ ഓണർക്ക് കിട്ടിയ ലാഭമായിരിക്കാം ഈ കാണിച്ചത്. അപ്പൊ നമുക്ക് അത് കീപ്പ് ചെയ്തിട്ട് ഈ എക്സ്ട്രീംലി വന്ന ഔട്ട്ലെയർ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോ അതാണ് അടുത്ത കേസ്. ഇനി ജസ്റ്റ് കഴിഞ്ഞ സെഷനകത്ത് എടുത്ത പോലെ നമുക്ക് ഡേറ്റയുടെ ഡിസ്ക്രൈബ് ചെയ്യാം. ഇതാണ് ഓരോ ഇന്റീജർ വാല്യൂസിന്റെ. ഇപ്പോ ഈ സ്കാൻസറിനകത്ത് ടോട്ടൽ കൗണ്ട് ഇതാണ്, അതിന്റെ മീൻ. പിന്നെ മീനിന്ന് എന്തോരം ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അതിന്റെ മിനിമം വാല്യൂ. ഇത് ക്വാർട്ടൈൽ റേറ്റ് 25%, 50%. ഇത് Q1, Q2, Q3, പിന്നെ ഏറ്റവും മാക്സിമം വാല്യൂ. അങ്ങനെ കഴിഞ്ഞ സെഷനകത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അതായത് നമുക്ക് ഇന്റീജർ വാല്യൂസ് അല്ലെങ്കിൽ ഫ്ലോട്ട് വാല്യൂസിന് മാത്രമാണോ നമുക്ക് വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ അന്നത്തെ ഇതിനകത്ത് പറഞ്ഞു അത് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അല്ലാത്ത, അതായത് ഒബ്ജക്റ്റ് ആയി കിടക്കുന്ന വാല്യൂസിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നിൽക്കിയത്, ഓൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അപ്പൊ കണ്ടോ, നമുക്കിപ്പോ ഹോട്ടൽ എന്ന് പറഞ്ഞത് കംപ്ലീറ്റ്ലി കാറ്റഗറിക്കൽ കോളാണ്. ആ കോളത്തിനകത്ത് യുണീക്ക് ആയിട്ട് രണ്ട് വാല്യൂസ് ഉണ്ട്.
അപ്പൊ ചിലപ്പോൾ രണ്ട് ഹോട്ടലുകളുടെ പേര് മാത്രമായിരിക്കും. അപ്പൊ ഏറ്റവും ടോപ്പ് ആയിട്ട് കിടക്കുന്നത് റിസോർട്ട് ഹോട്ടല്. അപ്പൊ ഇതായിരിക്കും ഏറ്റവും ടോപ്പ് വാല്യൂ. പിന്നെ ഒരു ഹോട്ടലിന്റെ പേരും കൂടി ഉണ്ടാവും. അത് ഫ്രീക്വൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഡേറ്റ് അറൈവൽ ഡേറ്റ് മന്ത് എടുക്കുകയാണെങ്കിൽ ഇത്ര കൗണ്ട് ഉണ്ട്, 12 യൂണിക് വാല്യൂസ് ഉണ്ട് ആ കോളത്തിനകത്ത്. പിന്നെ ടോപ്പ് ആയിട്ട് കിടക്കുന്നത് ഓഗസ്റ്റ് വാല്യൂ, അങ്ങനെ ഉള്ളത്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഇനി ഫീച്ചർ എഞ്ചിനീയറിംഗ് സമയം. അപ്പൊ ഇനി അടുത്ത ഫീച്ചർ എഞ്ചിനീയറിംഗിന്റെ ബേസിക്സിലേക്ക് പോകണം. അപ്പൊ ഫീച്ചർ എഞ്ചിനീയറിംഗ് നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോ ഈ കേസ് എടുക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഓരോ ബുക്കിംഗ് വന്നേക്കണത് എങ്ങനെയാ, അഡൽട്ട് എത്ര പേരുണ്ട്, ചിൽഡ്രൻ എത്ര പേരുണ്ട്, ബേബീസ് എത്ര പേരുണ്ട്, അങ്ങനെയുള്ള രീതിക്കാണ് നമുക്ക് ബുക്കിംഗ് വന്നേക്കണേ. നമുക്ക് അവിടെ ഒരു പുതിയതായിട്ടൊരു കോളം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ടോട്ടൽ എത്ര ഗസ്റ്റുകൾ ഉണ്ടായി, അല്ലെങ്കിൽ ടോട്ടൽ ആ ഫാമിലി മെമ്പേഴ്സിനകത്ത് എത്ര പേരുണ്ടായി എന്നുള്ളൊരു പുതിയ ഫീച്ചർ നമ്മൾ ആഡ് ചെയ്യാണ്. ഇതിനാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ്. അതായത് നമ്മൾക്ക് തന്നേക്കുന്ന ഡാറ്റ സെറ്റ് മനസ്സിലാക്കിയിട്ട് പുതിയതായിട്ട് അതിൽ നിന്ന് എന്ത് പ്രൊഡിക്ട് ചെയ്യാം, പുതിയതായിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിനാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ ഗസ്റ്റ് കൗണ്ട് ഈക്വൽ ടു നമ്മൾ എന്താ നമ്മുടെ ഡേറ്റയിനകത്തുള്ള ഏതൊക്കെയാ നമ്മൾ അഡൽട്ട് കൺസിഡർ ചെയ്തു, അഡൽട്സ്. അതേപോലെ തന്നെ ഡേറ്റയിനകത്തുള്ള ചിൽഡ്രൻ എന്ന് പറഞ്ഞ കോളം കൺസിഡർ ചെയ്തു. അതേപോലെ തന്നെ ഡേറ്റയിലുള്ള ബേബീസ്. ഇത്ര വാല്യൂസ് നമ്മൾ വെച്ച് നമ്മൾ പുതിയൊരു കോളം ഉണ്ടാക്കി. ഞാൻ വീണ്ടും ഡേറ്റ ഡോട്ട് ഹെഡ് എടുക്കുന്ന സമയത്ത് എനിക്ക് കാണാം, കണ്ടോ, ഓരോന്നിനും നമ്മൾ നേരത്തെ തന്നെ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഓരോ ആൾക്കാർ എന്തോരം പാരന്റ്സ് ഉണ്ട്, എന്തോരം അഡൽട്സ് ഉണ്ട്, എന്തോരം ചിൽഡ്രൻ ഉണ്ട്, ബേബീസ് നമുക്ക് ചുമ്മാ തന്നു. നമ്മൾ പുതിയൊരു കോളം ഉണ്ടാക്കാണ്, ടോട്ടൽ ഗസ്റ്റ് കൗണ്ട് എത്ര പേരുണ്ട്. അപ്പൊ 2, 3, 4, 5 എന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഈ പുതിയതായിട്ട് വന്ന കോളത്തിൽ നിന്ന് വീണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോ 5 പേര് വരാണെങ്കിൽ നമുക്ക് പറയാം അതൊരു ഫാമിലി ട്രിപ്പാണ്, അല്ലെങ്കിൽ 20 പേര് വരാണെങ്കിൽ അതൊരു പാർട്ടിക്ക് വന്നതാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വെക്കേഷന് വന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് വീണ്ടും ഇതെടുക്കാം. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്യണം നമ്മൾ. പക്ഷെ നമുക്ക് എന്തോരം ദിവസം നിന്നു എന്നുള്ള രീതിക്ക് നമ്മൾ എടുക്കുകയാണ്. അപ്പോ അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് ഞാൻ പറയാം, നമ്മൾ ടൈം തീരാതെ. അപ്പോ ഇപ്പൊ നമ്മൾ പറയാണ് പുതിയൊരു കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ വന്ന ഫാമിലീസ് നമ്മുടെ ഇതിനകത്ത് എന്തോരം ദിവസം നിന്നു, ടോട്ടലി എത്ര ദിവസം സ്റ്റേ ചെയ്തു എന്നുള്ള രീതിക്ക് പറയാണ്. അപ്പോ ടോട്ടൽ സ്റ്റേ നമ്മൾ സ്റ്റേറ്റ്സ് ഇൻ വീക്കെൻഡ് നൈറ്റ് നമ്മൾ ഈ ഒരു കോളത്തിനെ കൺസിഡർ ചെയ്യും. അപ്പൊ മൊത്തത്തിൽ നിന്ന് സ്റ്റേ വീക്കെൻഡ് നൈറ്റിനകത്ത്, അതായത് ഒരാഴ്ച നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 5 വീക്ക് നൈറ്റും 2 വീക്കെൻഡ് നൈറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരാളുടെ ടോട്ടൽ സ്റ്റേ കൺസിഡർ ചെയ്യുമ്പോൾ എന്തോരം നാള് നമ്മുടെ ഹോട്ടലിനകത്ത് നിന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റേസ് ഇൻ വീക്കെൻഡും അതേപോലെ സ്റ്റേറ്റ്സ് ഇൻ നൈറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു കോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് എന്തോരം ദിവസം നിന്നു ടോട്ടൽ സ്റ്റേ. അപ്പോ അതിനെ നമുക്ക് വീണ്ടും ഒരു എക്സ്ട്രാ ഫീച്ചർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ അതേപോലെ തന്നെ ഇപ്പോ നമ്മൾ ADR വെച്ച് കുറെ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ പുതിയ ഒരു ഇത് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡാറ്റ വെച്ച് നമുക്ക് ഓരോ കോസ്റ്റ് പെർ ഓരോ ഗസ്റ്റിനും ഇപ്പൊ നമ്മുടെ അവിടെ നിന്ന ഗസ്റ്റിന് എന്തോരം ചെലവായി എന്നുള്ള രീതിക്ക് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ, ഇപ്പോ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു കോളം ഉണ്ടല്ലോ, അതായത് ടോട്ടൽ ഗസ്റ്റ് കൗണ്ട്, അത് വെച്ചാണ് നമ്മൾ ഈ പുതിയ ഫീച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഗസ്റ്റ് ഓരോ ഗസ്റ്റ് വന്ന ഗസ്റ്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കാം. നമ്മൾ വീണ്ടും ഡാറ്റ കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്റ്റേഷൻ വീക്കലി ഇതെടുത്തു. അതിൻ്റെ ഒപ്പം നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത വാല്യൂ കോളം സെലക്ട് ചെയ്യാണ്. അപ്പൊ ടോട്ടൽ ഗസ്റ്റ് കൗണ്ട് നമ്മൾ യൂസ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഡാറ്റ ഡോട്ട് ഹെഡ് യൂസ് ചെയ്യണം നമുക്ക് ആദ്യത്തെ ഒരു 5 വാല്യൂ കിട്ടാൻ വേണ്ടി. നമ്മൾ നോക്കാണ്, കണ്ടോ, കോസ്റ്റ് പെർ ഓരോ ഗസ്റ്റിന്റെ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഈ നമ്മൾ നേരത്തെ കോളം ക്രിയേറ്റ് ചെയ്തില്ലല്ലോ, അത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മൊത്തം നിന്ന് കിട്ടുള്ളൂ. അപ്പൊ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വീക്കെൻഡ് നൈറ്റ്സിന്റെ മാത്രം എടുത്തിട്ട്
കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ എന്താ, അതായത് നമ്മളൊരു ഫീച്ചർ എഞ്ചിനീയറിംഗ് വരെ നമ്മൾ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്തു. ആ കോളം യൂസ് ചെയ്ത് നമ്മൾ വീണ്ടും ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്ത് വീണ്ടും വാല്യൂ കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ളത് വെച്ച് നമ്മൾ വീണ്ടും മോഡലിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഡാറ്റകൾ കിട്ടാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് മെയിൻ ആയിട്ട് ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്യണേ. എല്ലാവരും ഓക്കെ. അന്ന് നമുക്ക് സെഷൻ ഇവിടെ വെച്ച് ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയണ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്യാം, ഡാറ്റ ക്ലീനിങ് ചെയ്യാം, അതേപോലെ തന്നെ ഔട്ട്ലയർ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാം. പിന്നെ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് കിടക്കുന്ന ഡാറ്റ ടൈപ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് മെയിൻ ആയിട്ട്. കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്തായാലും 9:15 കഴിഞ്ഞു, കുറെ പേര് ലീവ് ചെയ്തു. അപ്പോ ഇനിയുള്ളതെന്ന് പറയുകയാണെങ്കിൽ സ്ട്രിംഗ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആണ്. അതായത് നമുക്ക് ജസ്റ്റ് ഞാൻ എക്സാമ്പിൾസ് വേണമെങ്കിൽ പറഞ്ഞു പോകാം. അതായത് നമ്മളിപ്പോ ഇമെയിലിന്റെ ഈ കോളം എടുക്കുകയാണ്. ഇതും ഒരു ഫീച്ചർ എഞ്ചിനീയറിംഗ് പോലെ തന്നെ കേട്ടോ. നമുക്ക് കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഓരോ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡൊമൈൻ വേണ്ടി പറയാം. അതായത് ഇപ്പോ ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഔട്ട്ലുക്ക് ആണ്. അല്ലെങ്കിൽ ഇപ്പോ ഒരു വലിയ പ്രൊഫഷണൽ കമ്പനികളുള്ള ഒരു എഞ്ചിനീയർ വന്ന് എന്റെ ഹോട്ടലിനകത്ത് റൂം എടുത്തു. അപ്പൊ എന്തായാലും അയാൾക്ക് അയാളുടെ കമ്പനിയുടെ ഡൊമൈൻ ആയിരിക്കും കിട്ടിയിരിക്കണം. അയാൾ അത് വെച്ച് രജിസ്റ്റർ ചെയ്ത് നിൽക്കുക. അപ്പൊ നമുക്ക് അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് പറയാം അയാള് ഒരു ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ കമ്പനി വർക്കിംഗ് ഫോർ എന്നുള്ള രീതിക്ക് നമുക്ക് പുതിയൊരു ഫീച്ചർ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് റിസർവേഷൻ മന്ത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ ഉള്ള അടുത്തൊരു ഇതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എൻകോഡിംഗ് എന്ന് പറയും. എൻകോഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ ഒരിക്കലും നമ്മുടെ മോഡലിന് ഡാറ്റ ഫീഡ് ചെയ്യുമ്പോൾ കാറ്റഗറിക്കലായിട്ട് നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പോ ഇവിടുത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഈ ഹോട്ടൽ നമ്മൾ എടുക്കുകയാണ്. ഹോട്ടൽ എടുത്തപ്പോൾ നമ്മൾ മെയിൻലി നേരത്തെ കണ്ടു, ഹോട്ടൽ എന്ന് പറഞ്ഞ ഇതിനകത്ത് 2 യുണീക്ക് വാല്യൂ ആണുള്ളത്. അതായത് റിസോർട്ട് ഹോട്ടലും വേറെന്തോ. അപ്പൊ നമുക്ക് ആ യുണീക്ക് വാല്യൂ ഏതാന്ന് അറിയണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡാറ്റ യൂസ് ചെയ്യുക. നമ്മൾ ഹോട്ടൽ എടുക്കുക, യുണീക്ക്. അപ്പൊ കണ്ടോ, നേരത്തെ പറഞ്ഞ 2 യുണീക്ക് വാല്യൂസ് ഏതാ? അതായത് റിസോർട്ട് ഹോട്ടലും സിറ്റി ഹോട്ടലാണ് 2 യുണീക്ക് വാല്യൂസ്. ഇത് ശരിക്കും ഒരു ഒബ്ജക്ട് ഡാറ്റ ടൈപ്പ് ആണ്. ഇതിനെ നമുക്ക് ഇന്റ് ആക്കി മാറ്റണം, എന്നാൽ മാത്രമാണ് മോഡലിന് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ, അതായത് പല ടൈപ്പ് ഓഫ് എൻകോഡിങ്സ് ഉണ്ട് കാറ്റഗറിക്കലിന്. ഒന്നാമത്തെ എന്ന് പറയുകയാണെങ്കിൽ വൺ ഹോട്ട് എൻകോഡിങ്. വൺ ഹോട്ട് എൻകോഡിങ് എന്താ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോ 2 വാല്യൂസ് ഒന്നുമല്ലോ. അപ്പോ ഇതിന് ഞാൻ അത് ഇപ്പോ മനസ്സിലാകുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ കോളം ഒരെണ്ണം കൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഹോട്ടലാകും. ഓക്കെ, നമ്മളിനി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റ സെറ്റിനകത്ത് തന്നെ ചേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ കണ്ടോ, അതായത് നമുക്ക് 2 ഹോട്ടൽ ഉണ്ടായ, സിറ്റി ഹോട്ടല്, റിസോർട്ട് ഹോട്ടല്. സിറ്റി ഹോട്ടലിനകത്ത് വന്നേക്കണ ഒരു വാല്യൂ കസ്റ്റമർ ആണെങ്കിൽ അവിടെ ആ ഒരു കോളം ട്രൂവും റിസോർട്ട് ഹോട്ടല് ഫോൾസ് ആയിരിക്കും. ഇപ്പൊ അതേപോലെ തന്നെ റിസോർട്ട് ഹോട്ടലിനകത്ത് ചെയ്തെങ്കിൽ ആ സിറ്റി ഹോട്ടൽ ഫോൾസും റിസോർട്ട് ഹോട്ടൽ ട്രൂ ആയിരിക്കും. അതേപോലെ തന്നെ മീല് 4 ടൈപ്പ് ഓഫ് മീലാണുള്ളത്, BB, FB, HB, SC. അപ്പൊ ഏതിനകത്താണ് നമുക്കിപ്പോ നേരത്തെ ഡാറ്റ സെറ്റ് എടുക്കുമ്പോ ഇപ്പോ മീൽ എടുക്കാണ്. മീൽ എടുത്തപ്പോൾ മീല് ഇവിടെ BB എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഒരിക്കലും ഒരു മോഡലിന് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ കണ്ടീഷൻ വരുമ്പോൾ എന്താ, മീല് BB, ഈ 4 ടൈപ്പ് ഓഫ് മീൽസ് വന്നു. അവിടെ ഏതാണോ കറക്റ്റ് അതിന് ട്രൂ വന്നു, ബാക്കിയെല്ലാം ഫോൾസ് വന്നു. അപ്പൊ ഈ ഒരു നമ്മൾ ബൈനറി വാല്യൂ മോഡലിന് ഫീഡ് ചെയ്യുകയാണെങ്കിൽ മോഡലിന് മനസ്സിലാവും അന്നത്തെ മീല് BB ആണ്, അല്ലെങ്കിൽ അന്ന് സ്റ്റേ ചെയ്തത് റിസോർട്ട് ഹോട്ടലിലാണ്. അപ്പൊ അത് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ലേബൽ എൻകോഡിങ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ തന്നേക്കണ, അതായത് ഇപ്പൊ ഈ റിസോർട്ട് വാല്യൂസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോ കൺട്രീസ്, നമ്മൾ ഒരിക്കലും ഈ വൺ ഹോട്ട് എൻകോഡിങ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കൗണ്ട് ഉള്ള വാല്യൂസ്, അതായത് ഇപ്പോ ഈ ഹോട്ടലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് യുണീക്ക് ആയിട്ടുള്ള കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ 2 യുണീക്ക് ആയിട്ട് വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ 4 വാല്യൂസ് വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കുറവ് കൗണ്ട് ഉള്ള വാല്യൂസിനകത്തായിരിക്കണം, യുണീക്ക് വാല്യൂസ് വന്നതിലായിരിക്കും നമ്മൾ വൺ ഹോട്ട് എൻകോഡിങ് യൂസ് ചെയ്യണേ.
അല്ലെങ്കിൽ ലേബൽ എൻകോഡിങ് നമുക്ക് യൂസ് ചെയ്യാം. ലേബൽ എൻകോഡിങ് യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറെ കൗണ്ടുകൾ, ഇപ്പൊ കൺട്രി, നമ്മളിവിടെ കൺട്രി വന്നു, കൺട്രി വന്ന സമയത്ത് അത് യൂസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ച് ഈ പ്രീ പ്രോസസ്സിങ് വരുന്നത് നമുക്ക് മോഡൽ ലൈൻ ചെയ്യും കേട്ടോ. എവിടെ ജസ്റ്റ് പറയണമെന്നുള്ളൂ. അപ്പൊ ലേബൽ എൻകോഡിങ് വരാണെങ്കിൽ നമ്മൾ ഈ കൺട്രി എടുത്ത കേസ് എടുത്തോ, കൺട്രി എടുക്കുമ്പോൾ ഈ PRT എന്ന് പറയുന്നത് 0 ആയിരിക്കും. എവിടെയൊക്കെ PRT വന്നിട്ടുണ്ടോ അതൊക്കെ 0 ആയിപ്പോ, ESP 1 ആയിപ്പോ, അങ്ങനെ വാല്യൂസ് മാറും. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ലേബൽ എൻകോഡിംഗ് ഉണ്ട്, 1 ഹോട്ട് ഉണ്ട്, പിന്നെ ഓർഡിനൽ എൻകോഡർ ഉണ്ട്. ഓർഡിനൽ എൻകോഡർ എന്താ ചെയ്യണമെന്ന് പറയാൻ, ഇപ്പോ നമുക്കിത് ജസ്റ്റ് എല്ലാം നമ്മളൊരു വാല്യൂ, അതായത് ഒരു കാറ്റഗറിക്കൽ വാല്യൂ ആയിട്ടില്ല കൺസിഡർ ചെയ്യണേ. നമുക്കിപ്പോ എന്താ പറയാ, ഇപ്പോ വന്ന കസ്റ്റമേഴ്സ്, അത് എന്താ പറയാ, നമ്മളിപ്പോ അതിനെ ഇൻകം വെച്ച് അവരെ കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ പുവർ പറയാണ്, അല്ലെങ്കിൽ ഒരു ആവറേജ് ഹൗസ് ഹോൾഡ്, അല്ലെങ്കിൽ റിച്ച് ഹൗസ് ഹോൾഡ്. ഈ 3 വാല്യൂസിനും ശരിക്കും ഒരു മീനിങ് ഉണ്ട്. അതായത് പുവർ എന്ന് പറയുകയാണെങ്കിൽ ഒരു അണ്ടർ താഴെ കിടക്കുന്ന ഇൻകം, മിഡിൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു നടുക്ക്, ഹയർ എന്ന് പറയുകയാണെങ്കിൽ ഹയർ കാറ്റഗറി. അപ്പോ ഈ മീനിങ്സ് ഉള്ള ഓരോ കാറ്റഗറിക്കൽ വാല്യൂസിന് നമുക്ക് ആ കാറ്റഗറിക്കൽ വാല്യൂസിന് മീനിങ്സ് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു എൻകോഡർ ആണ് ഓർഡിനൽ എൻകോഡർ, ഓർഡിനൽ. അപ്പോ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം ഈ ലോവർന്ന് കിടക്കുന്നതിന് 0 എണ്ണം, മീഡിയം അല്ലെങ്കിൽ മിഡിൽ ഹൗസ് ഹോൾഡ് എന്ന് കിടക്കുന്നതിന് 1 എണ്ണം, അപ്പർ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ റിച്ച് എന്ന് കിടക്കുന്നതിന് 2 എണ്ണം. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് ഓർഡിനൽ യൂസ് ചെയ്യണത്. അപ്പൊ മെയിനായിട്ട് ഇത്ര കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോ. എന്തായാലും ടൈമായി 9:20. സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഇങ്ങനെ ഭയങ്കരമായിട്ട് ബോറടിച്ചോ? അതോ യൂസ്ഫുൾ ആയിരുന്നോ കാര്യങ്ങളെല്ലാം? ജസ്റ്റ് ഒരു ED എങ്ങനെ ചെയ്യണം, അതേപോലെ തന്നെ അത് റിലേറ്റഡ് കിടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോളൂ. അപ്പോ ഇന്ന് എന്തായാലും ഈ സെഷൻ കഴിയുന്തോറും നമ്മൾ നാളത്തെ, അതായത് SQL സെഷൻ ഉണ്ടായിരുന്നല്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് റിലീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും ടാസ്ക് സബ്മിറ്റ് ചെയ്യണേ. ഇന്ന് സബ്മിറ്റ് ചെയ്ത ടാസ്കുകളുടെ എല്ലാത്തിന്റെയും കർമ്മ വെരിഫൈ ചെയ്തിട്ട് ഇന്ന് തന്നെ എല്ലാവർക്കും കിട്ടുന്നതാണ്. പിന്നെ നാളത്തെ സെഷൻ എന്ന് പറയാൻ, ഇപ്പൊ നമ്മള് ഈ ഔട്ട്ലയറിന്റെ കേസിനകത്ത് ഗ്രാഫ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അപ്പോ നാളെ ആ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അതായത് ഗ്രാഫുകൾ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റയുടെ മീനിങ്സ് മനസ്സിലാക്കാം, അതേപോലെ കുറച്ചുകൂടെ സ്റ്റോറി ടെല്ലിംഗ് കിട്ടും. അങ്ങനെയുള്ള ഇതാണ് നാളത്തെ സെഷൻ. അപ്പൊ എല്ലാരും ഇന്ന് അറ്റൻഡ് ചെയ്തവര് നാളെ അറ്റൻഡ് ചെയ്യുക. പുതിയ ആൾക്കാർ ഉള്ളവരും ഇന്ന് കയറാത്തവരും ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ വിളിച്ചുകൊണ്ട് വരാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ തന്നെ. അപ്പോ ഇന്നത്തെ സെഷനിൽ വന്ന എല്ലാവർക്കും ഒരു ഹ്യൂജ് താങ്ക്സ്. അതേപോലെ തന്നെ ഡു അറ്റൻഡ്, ട്രൈ ടു അറ്റൻഡ് ബാക്കിയുള്ള സെഷനുകളെല്ലാം. അപ്പോ ഇതെല്ലാം ഇന്നലെ ജോയില് പറഞ്ഞ പോലെ നമ്മളെ ഒരു കറക്റ്റ് സ്ട്രക്ചറിങ് എന്ന് പറയുകയാണെങ്കിൽ, ബിഗിനർ ആണോ, ആര്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യണില്ല. നിങ്ങൾക്ക് ഡാറ്റ സയൻസിനകത്ത് നിങ്ങൾക്ക് എന്താ പറയാ അടിപൊളിയായിട്ട് ഒരു കരിയർ, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറിങ് ചെയ്ത രീതിക്ക് തന്നെ പോവാ. നിങ്ങൾക്ക് വന്ന ടാസ്കുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, നിങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. അത് വേറെ. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് സെഷൻ അടിപൊളി. പിന്നെ വന്ന ടാസ്കിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ, ഇപ്പോ എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പഠിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ച് ടാസ്ക് ചെയ്യാൻ നോക്കാം. ഇപ്പത്തെ ഞാൻ എന്തായാലും പറഞ്ഞത് മറന്നു, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് കേൾക്കാം. അതേപോലെ തന്നെ വീണ്ടും പഠിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ വായിച്ച് ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇനി നമ്മൾ പറയാറില്ല, ഏത് ഉറക്കത്തിനകത്ത് വിളിച്ച് ചോദിച്ചു എന്താ ഔട്ട്ലയർ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറയാൻ പറ്റും ആ ടാസ്കും കൂടെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു രീതിക്കാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. നിങ്ങൾ അതേപോലെ ടാസ്ക് ചെയ്യട്ടോ. എന്നാൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം.